നമസ്തേ. ചില സാങ്കേതിക പ്രശ്നങ്ങളാൽ ജനം ഡിബേറ്റ് വൈകിയതിൽ ക്ഷമ ചോദിക്കുന്നു പ്രേക്ഷകരോട്. ജനം ഡിബേറ്റിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ശബരിമലയിൽ ഇനി തീർത്ഥാടന കാലം. മണ്ഡല മഹോത്സവത്തിന് നട തുറക്കാൻ ഒരു ദിവസം മാത്രം ശേഷിക്കെ ലോകമെമ്പാടുമുള്ള അയ്യപ്പ ഭക്തരെ വരവേൽക്കാൻ ശബരിമല ഒരുങ്ങിയോ? അടിസ്ഥാന സൗകര്യങ്ങളുടെ അഭാവത്താൽ വീർപ്പുമുട്ടുന്ന ശബരിമലയിൽ സുഗമമായ തീർത്ഥാടനം ഉറപ്പാക്കാൻ തിരുവിതാംകൂർ ദേവസ്വം ബോർഡും സർക്കാരും എന്ത് ചെയ്തു? അവകാശവാദങ്ങളേറെയുണ്ട്. മല ചവിട്ടാനാവാതെ മാലയൂരി വെച്ച് മടങ്ങേണ്ട ദുരവസ്ഥ വ്രതമനുഷ്ഠിച്ചെത്തുന്ന ഭക്തർക്ക് ഇക്കുറിയുമുണ്ടാകുമോ? തിരക്ക് കണക്കിലെടുത്ത സമയം വൃശ്ചികം 1 മുതൽ 18 മണിക്കൂറാക്കിയിട്ടുണ്ടെങ്കിലും ഭക്തർക്ക് ആത്മനിർവൃതിയോടെ അയ്യപ്പനുള്ള പശ്ചാത്തലമായോ? ജന ഡിബേറ്റ് പരിശോധിക്കുന്നു. കഠിനമോ അയ്യപ്പ? ഹിന്ദു ഐക്യവേദി മുഖ്യ രക്ഷാധികാരി കെ.പി. ശശികല ടീച്ചർ, LDF പ്രതിനിധിയും NCP നേതാവുമായ അഡ്വക്കേറ്റ് PM സുരേഷ് ബാബു, VHP ജനറൽ സെക്രട്ടറി VR രാജശേഖരൻ, സാമൂഹ്യ നിരീക്ഷകൻ വിദ്യാസാഗർ ഗുരുമൂർത്തി എന്നിവ അതിഥികളാണ്. എല്ലാ അതിഥികളെയും ഈ സംവാദത്തിലേക്ക് സ്നേഹാദരങ്ങളോടെ സ്വാഗതം ചെയ്യുന്നു. ഒപ്പം പ്രേക്ഷകരെയും. ശ്രീ വിദ്യാസാഗർ ഗുരുമൂർത്തി, ശബരിമല മണ്ഡല മഹോത്സവത്തിനുള്ള ഒരുക്കങ്ങൾ പൂർത്തിയായി എന്നാണ് ദേവസ്വം ബോർഡും ദേവസ്വം മന്ത്രിയും ഒരേ സ്വരത്തിൽ പറയുന്നത്. ഇവരുടെ വാക്കുകൾ വിശ്വാസത്തിലെടുക്കാമോ? ഒരിക്കൽ പോലും കേരളത്തിൽ വിശ്വാസത്തിലെടുക്കാൻ പറ്റിയിട്ടില്ലല്ലോ. നമ്മുടെ അനുഭവം എന്താണ് പറയുന്നത്? ഇപ്പോ കഴിഞ്ഞ സീസണിലെ കാര്യം ഓർത്താൽ നമുക്ക് മനസ്സിലാവും. 16 മണിക്കൂറും 17 മണിക്കൂറും കുഞ്ഞുങ്ങളടക്കം ക്യൂവിൽ നിന്നെന്ന് മാത്രമല്ല, അവർക്ക് അല്പം വെള്ളം എത്തിക്കാൻ പോലുള്ള സംവിധാനം ഉണ്ടായിരുന്നില്ല. ഇവർ ചെയ്തത് എന്താണെന്ന് വെച്ചാൽ, അവിടെ സന്നദ്ധ സംഘടനകൾ കൊടുക്കുന്ന വെള്ളം പോലും തടഞ്ഞിട്ട് അവരുടെ ഏകാധിപത്യം, അതായത് ഗവൺമെന്റിന്റെ ഏജൻസികൾ അല്ലെങ്കിൽ അവരുടെ ഏജൻസികൾ മാത്രമേ ചെയ്യാവുന്നുള്ള തിട്ടൂരം ഇറക്കിയിട്ട് കഴിഞ്ഞ തവണ നടന്നത് എത്രയോ പിഞ്ചു കുഞ്ഞുങ്ങളടക്കം ദുഃഖ ദുരിതത്തിലാഴ്ന്നുപോയി. ചില ആളുകൾ പറയുന്നുണ്ട് ഇനി ഒരിക്കലും ശബരിമലയ്ക്ക് ഇല്ലെന്ന് പറഞ്ഞു പോയ ആളുകളെ വരെ എനിക്കറിയാം, നേരിട്ടറിയാം. അപ്പൊ അത്രയധികം എന്താ പറയാ, ഹിന്ദു സമൂഹത്തിന്റെ പണം മാത്രം വേണം. ഇപ്പൊ കഴിഞ്ഞ ദിവസം ഒരു മന്ത്രി രാധാകൃഷ്ണന്റെ ഒരു സ്റ്റേറ്റ്മെന്റ് ഞാൻ കണ്ടു. അമ്പലങ്ങൾക്ക് അങ്ങോട്ട് പൈസ കൊടുക്കുക അല്ലാതെ അമ്പലങ്ങളിൽ നിന്നൊന്നും എടുക്കുന്നില്ല എന്നൊരു വ്യാജം ഇവരെപ്പോഴും പറഞ്ഞുണ്ടാക്കുകയാണ്. അമ്പലങ്ങൾ നടത്തിയിട്ട് ഞങ്ങൾക്ക് ലാഭമൊന്നുമില്ല, അമ്പലങ്ങൾ നടത്തിയിട്ട് ഞങ്ങൾക്ക് നഷ്ടം മാത്രമേ ഉള്ളൂ എന്നാണ് ഈ ഗവൺമെന്റ് പറയുന്നത്. പക്ഷെ എന്റെ ചോദ്യം, കണക്കുകൾ ശരിയാവണ്ണം പഠിച്ചാൽ ക്ഷേത്രത്തിൽ, എസ്പെഷ്യലി ശബരിമലയിൽ ഒരു പർട്ടിക്കുലർ സീസണിൽ കുമിഞ്ഞുകൂടുന്ന പണം മുഴുവൻ സർക്കാർ എടുത്തിട്ടും അവിടെ ഒരു കുടിവെള്ളം വിതരണം ചെയ്യാനുള്ള സംവിധാനം ഉണ്ടാക്കാൻ പറ്റുന്നില്ലേ? ശുചി മുറി എന്ന് പറയുന്നത് ശുചി ഇല്ലാത്ത മുറിയായി മാറുകയല്ലേ? എവിടെ നോക്കിയാലും അഴുക്കും മാലിന്യമല്ലേ? തീർത്ഥാടകർക്ക് ബസ് ചാർജ് ഇരട്ടിയല്ലേ? ഈ പാർക്കിംഗ് ശരിയാവണ്ണം ഉണ്ടോ? ഈ ക്യൂ ഓൺലൈൻ സംവിധാനം ക്യൂ കൃത്യമായി പ്രവർത്തിക്കുന്നുണ്ടോ? യാതൊരു തരത്തിലും. അതായത് ഹിന്ദുക്കളുടെ ഒരു ക്ഷേത്രത്തെ ഇടതുപക്ഷ സർക്കാർ കാണുന്നത് ക്യാഷ് കൗ ആയിട്ടാണ്. ഇതിൽ നിന്ന് പരമാവധി ഊറ്റിയെടുത്ത് ഉപയോഗിക്കുക. യാതൊരു തരത്തിലുള്ള ഫെസിലിറ്റിയും കൊടുക്കുന്നില്ല. മാത്രമല്ല, എന്റെ ചോദ്യം വളരെ ലളിതം. ഒരു മനുഷ്യന് വെള്ളം കൊടുക്കുക എന്ന് പറഞ്ഞാൽ ഏറ്റവും പുണ്യപ്രവൃത്തിയാണ്, ഏറ്റവും മിനിമം ഒരാളോട് ചെയ്യാവുന്ന നന്മയാണ്, മിനിമം. അതുപോലും ചെയ്യാതെ നടപ്പന്തലിൽ പൂട്ടിയിട്ടിട്ട് ഇങ്ങനെ മണിക്കൂറുകളോളം, ആ മഴയാണെങ്കിൽ മഴ, ചൂടാണെങ്കിൽ ചൂട്, അത് മുഴുവൻ അനുഭവിച്ച് കുഞ്ഞുങ്ങളടക്കം ഒരു തുള്ളി വെള്ളം കുടിക്കാൻ പറ്റാതെ നിന്ന് നമ്മുടെ ഓർമ്മയിലില്ലേ? ഈ സർക്കാർ ഈ 2 ടേമിലും ശബരിമല നേരത്തെ തന്നെ മുൻകൂട്ടി പ്രിപ്പയർ ചെയ്യാമായിരുന്നിട്ടും ഒരുപാട് സമയം ഉണ്ടായിട്ടും അനങ്ങാതെ ഇരുന്ന് നശിപ്പിക്കുകയാണ് ചെയ്തത്. അപ്പൊ അതിനൊരു ഉത്തരം കൊടുക്കേണ്ട സമയമാണിപ്പോൾ. ഇത്തവണയും കഴിഞ്ഞ തവണത്തെക്കാൾ ഭീകരമായ ഒരു സ്ഥിതി സംജാതമാകുമെന്ന കാര്യത്തിൽ സംശയമില്ല. ഇപ്പോ ജനം TV തന്നെ ചെയ്ത റിപ്പോർട്ടുകൾ ഞാൻ കണ്ടു. അതിൽ തന്നെ കണ്ടല്ലോ നമ്മൾ എത്രത്തോളം അപക്വമായിട്ടാണ് ഈ സിവിൽ സർവീസ് ഒക്കെ പഠിച്ച് പാസ്സായി വരുന്ന ഉദ്യോഗസ്ഥർ അവിടെ ഉണ്ടല്ലോ. അവർക്ക് എന്തെങ്കിലും മനുഷ്യപ്പറ്റുണ്ടെങ്കിൽ ഇത്രയധികം കോടിക്കണക്കിന് ജനങ്ങൾ വന്നു ചേരുന്ന ഒരേ സമയത്ത് ഏഷ്യയിൽ തന്നെ ഏറ്റവും അധികം ആളുകൾ ഒരു സമയത്ത് ഒരു സീസണിൽ വന്നു ചേരുന്ന ഉത്സവമാണിത്, അല്ലെങ്കിൽ ഒരു സീസണൽ, അല്ലെങ്കിൽ ഒരു തീർത്ഥാടനമാണിത്. ആ തീർത്ഥാടനത്തിന് വേണ്ടുന്ന സൗകര്യങ്ങൾ ഒരുക്കാൻ ഈ ഗവൺമെന്റ് എല്ലാ വർഷവും ചെയ്തിട്ടും പഠിക്കുന്നില്ല എന്ന് പറഞ്ഞാൽ അത് കാര്യമായ അനാസ്ഥ തന്നെയല്ലേ? അപ്പൊ അത്ര ഒരു അനാസ്ഥ മറ്റൊരു മതത്തിന്റെ ഒരു തീർത്ഥാടനം നടത്തിപ്പ് സർക്കാർ ഏറ്റെടുത്ത് അങ്ങനെ ചെയ്യുമോ? ഇല്ല. അപ്പൊ ഇവിടെ ഹിന്ദുക്കൾക്ക് സംഘടിത സ്വഭാവം ഇല്ലെന്ന് കണ്ടിട്ട് അവരുടെ കേന്ദ്രങ്ങളിൽ, തീർത്ഥാടന കേന്ദ്രങ്ങളിൽ എന്തുമാവാം, ഒന്നും കൊടുത്തില്ലെങ്കിലും ഇവരൊക്കെ വോട്ട് കുത്തിക്കോളും ഈ മണ്ടന്മാരെന്നുള്ള ചിന്ത കൊണ്ടല്ലേ ഇങ്ങനെ പീഡിപ്പിക്കുന്നത്? കഴിഞ്ഞ കുറി തമിഴ്നാട്ടിലുള്ള എന്റെ സുഹൃത്തുക്കൾ പറഞ്ഞത്, ഇനി ഒരിക്കലും ശബരിമലയ്ക്ക് വരുന്നില്ല, ഞങ്ങൾ പോരണ്ടത്ര പോന്നു, ഇനി വേണ്ട, ഞങ്ങൾ തിരുവണ്ണാമലയ്ക്ക് ഗിരിവലം ചെയ്തോളാം, തിരുവണ്ണാമല ശിവനാണല്ലോ എന്നൊക്കെ പറയുക. അത്രയധികം ആളുകൾ നീരസവും
അമർഷവും പ്രകടിപ്പിക്കുന്നുണ്ട്. ഇതൊന്നും സർക്കാരിലേക്ക് എത്തുന്നില്ലെന്ന് മാത്രമല്ല, മുഖ്യധാരാ മാധ്യമങ്ങളിൽപ്പെട്ട 99% പേരും, ജനൻ TV ഒഴികെ, ആരാണ് ഇതൊക്കെ ചർച്ചയ്ക്കെടുക്കുന്നത്? ഒരാളും ചെയ്യുന്നില്ല. അതായത് ഹിന്ദു സമാജത്തിന്റെ പണം ഊറ്റിയെടുക്കുകയും ആ സമാജത്തിന് ഒരു പ്രശ്നം വരുമ്പോൾ, അല്ലെങ്കിൽ തീർത്ഥാടകർ ഒരു പ്രശ്നം വരുമ്പോൾ, ഒരു ചാനലും അത് വാർത്തയാക്കാതിരിക്കുകയും ചെയ്യുമ്പോൾ എത്രത്തോളം വലിയൊരു നെറികേടാണ് ഈ നിഷ്കളങ്കരായ ഭക്ത സമൂഹത്തോട് ചെയ്യുന്നതെന്ന് ആലോചിച്ച് നോക്കൂ. ഇതാണ് എനിക്ക് പ്രാഥമികമായിട്ട് പറയാനുള്ളത്. ഒരു ഒരുക്കവും ഇവർ ചെയ്തിട്ടില്ല. ഇവരുടെ ഒരു ഉറപ്പും ഫലവത്താവുകയില്ല. ഇതും പഴയതുപോലെ തന്നെ വ്യാജമായ ചില പ്രസ്താവനകൾ മാത്രമാണ്. ഓക്കെ, അഡ്വക്കേറ്റ് PM സുരേഷ് ബാബു, ഇക്കുറിയും ശബരിമല തീർത്ഥാടനം കഠിനമാകുമോ അയ്യപ്പ എന്നാണ് അയ്യപ്പ ഭക്തർ ചോദിക്കുന്നത്. നോക്കൂ ശ്രീ സുരേഷ് ബാബു, എരുമേലിയിൽ 250 ശുചിമുറികൾ ലേലത്തിൽ പോയിട്ടില്ല. ഇനിയിപ്പോൾ 24 മണിക്കൂറേ ശേഷിക്കുന്നുള്ളൂ. സന്നിധാനത്ത് അറ്റകുറ്റപ്പണികൾ പൂർത്തിയായിട്ടില്ല. തീർത്ഥാടകർക്ക് വിരിവെക്കാൻ മതിയായ സൗകര്യമില്ല. പമ്പ, നിലയ്ക്കൽ, എരുമേലി എന്നിവിടങ്ങളിൽ സ്പോട്ട് ബുക്കിങ്ങിന് ഇക്കുറി ആധാറും ഫോട്ടോയും നിർബന്ധമാക്കിയിരിക്കുകയാണ്. അപ്പോൾ ഓരോ അയ്യപ്പനും എത്ര സമയം ചിലവാകും എന്നുള്ളതാണ്. അപ്പോൾ നോക്കുമ്പോൾ അതൊരു വലിയൊരു നീണ്ട ക്യൂ ആയിട്ടത് മാറാനുള്ള സാധ്യതയുണ്ട്. റോഡുകളുടെ പണി പൂർത്തിയായിട്ടില്ല. പ്ലാപ്പള്ളി മുതൽ ഇലവുങ്കൽ വരെയുള്ള റോഡിൻ്റെ അറ്റകുറ്റപ്പണി ഇപ്പോഴും നടക്കുകയാണ്. വിദ്യാസാഗർ ഗുരുമൂർത്തി ചൂണ്ടിക്കാണിച്ചതുപോലെ ഇതൊക്കെ ഈ അവസാന നിമിഷം കൊണ്ടുപോയി വെക്കേണ്ട കാര്യം എന്താണ്? കാരണം കൃത്യമായിട്ടറിയാം, വൃശ്ചികം 1 നട തുറക്കും, പിന്നെ 2 മാസക്കാലം തീർത്ഥാടനമാണ് എന്നൊക്കെ സർക്കാരിനറിയാം, ദേവസ്വം ബോർഡിനറിയാം. പക്ഷേ എന്തുകൊണ്ട് യഥാസമയത്ത് നടപടികൾ സ്വീകരിക്കുന്നില്ല? അഡ്വക്കേറ്റ് PM സുരേഷ് ബാബു. ശ്രീ അനിൽ നമ്പ്യാർ പറഞ്ഞിട്ടുള്ള കുറേ കാര്യങ്ങൾ ഇപ്പോഴും പണി നടക്കുകയും ലേലത്തിൽ പോകാതിരിക്കുകയും ഒക്കെ ചെയ്യുന്നു എന്നുള്ള പരാമർശത്തെ ഞാൻ കാണുന്നത് സർക്കാരിൻ്റെ ഭാഗത്തു നിന്നുള്ള, അല്ലെങ്കിൽ അതിന് വേണ്ടപ്പെട്ട ഉത്തരവാദിത്വമുള്ള ദേവസ്വം ബോർഡിൻ്റെ ഭാഗത്തു നിന്നുള്ള ഒരു കരുതലില്ലായ്മ കൊണ്ട് തന്നെയാണ് എന്ന് പറയാൻ എനിക്ക് മടിയില്ല. നേരത്തെ ചെയ്യാമായിരുന്നു. ഇതൊന്നും ആകസ്മികമായി വരുന്ന തീയതിയല്ല വൃശ്ചികം 1. അത് കാലാകാലങ്ങളായിട്ടുള്ള കാര്യങ്ങളാണ്. അപ്പോൾ ആകസ്മികമായി വരുന്ന പ്രശ്നങ്ങളെ നേരിടുന്നതിന് സർക്കാരിനോ അല്ലെങ്കിൽ ദേവസ്വം ബോർഡിനോ എന്തെങ്കിലും പ്രയാസമുണ്ടാകുമെങ്കിൽ അത് മനസ്സിലാക്കുവാൻ നമുക്കെല്ലാവർക്കും കഴിയും. പക്ഷേ ഇത് എന്തുകൊണ്ട്, ഞാൻ ഈ വസ്തുതകൾ പൂർണ്ണമായും അംഗീകരിക്കുന്നില്ല. പക്ഷേ വസ്തുതകൾ ശരിയാണെങ്കിൽ, പണികൾ പൂർത്തിയാകാത്ത അവസ്ഥ ഉണ്ടെങ്കിൽ, ഇപ്പോഴും പണി നടക്കുന്നൊരവസ്ഥയുണ്ടെങ്കിൽ അതൊരു വീഴ്ചയായി കണക്കാക്കേണ്ടുന്നത് തന്നെയാണ് എന്നാണ് എൻ്റെ വിനീതമായ അഭിപ്രായം. അത് ചെയ്യാതിരിക്കുന്നത് ഏതെങ്കിലും മറ്റു തരത്തിലുള്ള ഒരു സ്വാർത്ഥത കൊണ്ടാണ് എന്നൊന്നും ഞാൻ കരുതുന്നില്ല. പക്ഷേ ഉദാസീനത അല്ലെങ്കിൽ ഉത്തരവാദിത്വ ബോധമില്ലായ്മ ആരെങ്കിലും നയിക്കുന്നുണ്ട്, ഈ ഉത്തരവാദപ്പെട്ടവരെ നയിച്ചിട്ടുണ്ട് എന്നത് ഇതിലൂടെ കാണാൻ കഴിയുന്ന ഒരു വസ്തുതയാണ്. ആ വസ്തുത പരിഹരിക്കാൻ ആവശ്യമായ നിർദ്ദേശങ്ങളാണ് നമുക്ക് ഈ ചർച്ചയിലൂടെ സർക്കാരിൻ്റെ മുമ്പിലും ജനങ്ങളുടെ മുമ്പിലും വയ്ക്കാനുള്ളത്. അതിന് പറ്റിയ നിർദ്ദേശങ്ങൾ എല്ലാവരുടെ ഭാഗത്തു നിന്നും ഉണ്ടാകണം. മാത്രവുമല്ല, അക്കാര്യത്തിൽ വീഴ്ചകൾ വരുത്തിയിട്ടുണ്ടെങ്കിൽ, കുറ്റപ്പെടുത്തലുകളിനോട് ഉണ്ടാവുന്നുണ്ടെങ്കിൽ അതിനോട് സഹകരിക്കാനല്ലാതെ അതിനോട് മറ്റു തരത്തിൽ പ്രതികരിക്കാനും ഞാനില്ല. ഇത് ഒരു ഭക്തി ബഹുമാനത്തോടുകൂടി രാജ്യത്തിൻ്റെയും ചിലപ്പോൾ വിദേശ രാജ്യങ്ങളിൽ നിന്ന് പോലും ഈ വികാരമുള്ള ആളുകൾ സന്ദർശിക്കുന്ന ഒരു പുണ്യ സ്ഥലമാണ്, പുണ്യക്ഷേത്രമാണ്. ആ ക്ഷേത്രത്തിലേക്കുള്ള വരവിനെ ആ സംസ്ഥാനത്തെ ഭരണകൂടം എത്രത്തോളം സുഗമമാക്കി കൊടുക്കാൻ കഴിയുമോ അത്രത്തോളം സുഗമമാക്കി കൊടുക്കണം. കഠിനമീ യാത്ര ശരണമയ്യപ്പ എന്ന് നമ്മൾ പറയുന്നുണ്ട്. ഒരു കാലഘട്ടത്തിൻ്റെ മുന്നിലുള്ള ഒരു വസ്തുതയാണ്. അത് കാട്ടിലൂടെ കാനനത്തിലൂടെയൊക്കെ യാത്ര ചെയ്ത് അയ്യപ്പ ദർശനം നടത്തി പോന്നിരുന്നൊരു കാലഘട്ടം ഉണ്ടായിരുന്നു. ഇപ്പോഴാ കാലഘട്ടം ആ രൂപത്തിലല്ല. ഇപ്പോൾ അയ്യപ്പ ദർശനത്തിന് കുറച്ചുകൂടി സൗകര്യങ്ങൾ തീർത്ഥാടകർക്കോ ഭക്തജനങ്ങൾക്കും വേണമെന്ന് അവരാഗ്രഹിക്കുന്നു. ഒപ്പം തന്നെ അവർക്കത് സൗകര്യം ചെയ്തു കൊടുക്കണമെന്ന് ദേവസ്വം ബോർഡിനോടും സർക്കാരിനോടുമൊക്കെ
സമൂഹം ആവശ്യപ്പെടുന്നുണ്ട്, അവരത് ചെയ്യുന്നുണ്ട് എന്ന് അവകാശപ്പെടുകയും ചെയ്യുന്നുണ്ട്. അങ്ങനെയുള്ള ഒരു പശ്ചാത്തലത്തിൽ വീഴ്ചകൾ ഉണ്ടെങ്കിൽ ആ വീഴ്ചകൾ പരിഹരിക്കേണ്ടതാണ്. വീഴ്ചകൾക്ക് ഉത്തരവാദികളായിട്ടുള്ള ആളുകൾ, ഉദ്യോഗസ്ഥന്മാർ, ഭരണകൂടത്തിൻ്റെ ആളുകൾ, അവരെല്ലാം ഇതിന് ജനങ്ങളുടെ മുമ്പിൽ മറുപടി പറയാൻ ബാധ്യസ്ഥരുമാണ്. അഡ്വക്കേറ്റ് പി എൻ സുരേഷ് ബാബു, എല്ലാ വർഷവും ഈ മണ്ഡല മഹോത്സവം തുടങ്ങുന്നതിന് മുമ്പ് ഇത്തരത്തിലുള്ള ഒഴിവ് കഴിവുകൾ പറഞ്ഞ് സർക്കാർ കൈമലർത്തുകയാണ്. പക്ഷേ നോക്കൂ, ലോകമെമ്പാടുമുള്ള അയ്യപ്പ ഭക്തരാണ്. അവർ കഠിന വ്രതം നോറ്റ ശേഷമാണ് ശബരിമലയിൽ എത്തുന്നത്. ഇപ്പോൾ ശബരിമലയിലേക്കുള്ള ആ കാനന പാതയെക്കുറിച്ചൊക്കെ താങ്കൾ പറഞ്ഞു, അതിലൊക്കെ ഒരുപാട് മാറ്റങ്ങൾ വന്നിട്ടുണ്ട്. പക്ഷേ സന്നിധാനത്ത് എത്തിക്കഴിഞ്ഞാൽ നീണ്ട ക്യൂ ആണ്. ഇക്കുറിയാണെങ്കിൽ കുറേ കൂടി നിയന്ത്രണങ്ങൾ ഏർപ്പെടുത്തിയിട്ടുണ്ട്. ഒരു ഭാഗത്ത് നിയന്ത്രണങ്ങൾ ഏർപ്പെടുത്തുന്നു, പക്ഷേ അയ്യപ്പ ഭക്തരുടെ സൗകര്യങ്ങൾ എന്തുകൊണ്ടത് മാനിക്കുന്നില്ല? മതിയായ സൗകര്യങ്ങൾ ഏർപ്പെടുത്താൻ എന്താണ് തടസ്സം എന്ന് വ്യക്തമാകുന്നില്ല. അല്ല, കഴിഞ്ഞ കുറച്ച് 2-3 വർഷങ്ങളായി തുടർന്നു വരുന്ന സമീപനത്തിൽ നിന്നും ഈ വർഷം എന്തെങ്കിലും വ്യതിയാനം വരുത്തിയതായി എനിക്കറിവില്ല. ഞാൻ അങ്ങനെ ഒരു ബന്ധപ്പെട്ട ആളുകളുമായി സംസാരിച്ചപ്പോൾ അങ്ങനെ സൗകര്യങ്ങൾ ഏർപ്പെടുത്തുന്നതിൽ എന്തെങ്കിലും മാറ്റങ്ങൾ വരുത്തുകയോ നിയന്ത്രണങ്ങൾ വരുത്തിയതോ ആയിട്ട് അവരിൽ നിന്ന് എനിക്കറിവായിട്ടില്ല. അങ്ങനെ ഉണ്ടെങ്കിൽ നമുക്ക് മൊത്തത്തിൽ കൂട്ടായി നിർദ്ദേശിക്കാവുന്ന ഒരു വസ്തുതയാണ് അത്തരം മാറ്റങ്ങളിലൂടെ ഭക്തജനങ്ങൾക്കുണ്ടാകുന്ന പ്രയാസങ്ങൾ തരണം ചെയ്യാൻ അവർ ഉത്തരവാദിത്തപ്പെട്ട ആളുകൾ തയ്യാറാകേണ്ടതാണെന്ന് തന്നെയാണ് നമുക്ക് അവരോട് പറയാനുള്ളത്. യെസ്, ശ്രീ രാജശേഖരൻ, ഈ തീർത്ഥാടനം, ശബരിമല തീർത്ഥാടനം തുടങ്ങുന്നതിന് മുമ്പ് ഹൈന്ദവ സംഘടനകൾ, വിശ്വ ഹിന്ദു പരിഷത്ത് ഉൾപ്പെടെയുള്ള ഹൈന്ദവ സംഘടനകൾ അവരുടെ ആശങ്കകൾ അത് ബന്ധപ്പെട്ടവരെ കണ്ട് അറിയിച്ചിരുന്നു. ശബരിമല കർമ്മസമിതി ഉൾപ്പെടെ ദേവസ്വം ബോർഡ് പ്രസിഡന്റ് പ്രശാന്തിനെ കണ്ട് ഒരു നിവേദനം നൽകിയിരുന്നു. ഇപ്പോൾ സർക്കാരിൻ്റെ ഭാഗത്തുനിന്ന് പല സൗകര്യങ്ങൾ ഏർപ്പെടുത്താൻ പറ്റുന്നില്ല, പക്ഷേ ഹൈന്ദവ സംഘടനകൾ ഏറ്റെടുക്കാം. ഇപ്പോൾ സൗജന്യ അന്നദാനം അതിന് പോലും തയ്യാറാണ് എന്നൊക്കെ അറിയിച്ചിരുന്നു. മാത്രമല്ല, സൗജന്യമായി യാത്രാ സൗകര്യം ഏർപ്പെടുത്താം, അതിനും വില്ലിംഗ് ആണ് എന്നൊക്കെ പറഞ്ഞിരുന്നു. ഹൈന്ദവ സംഘടനകൾ വലിയൊരു നിവേദനം തന്നെ സമർപ്പിച്ചിരുന്നു. പക്ഷേ അതിലൊന്നും അനുകൂലമായിട്ടുള്ള നടപടി സർക്കാരിൻ്റെ ഭാഗത്തു നിന്നോ ദേവസ്വം ബോർഡിൻ്റെ ഭാഗത്തു നിന്നോ ഉണ്ടായിട്ടില്ല. അത് സർക്കാർ നോക്കിക്കൊള്ളാം, അല്ലെങ്കിൽ ദേവസ്വം ബോർഡ് നോക്കിക്കൊള്ളാം, ഹൈന്ദവ സംഘടനകൾ അതിൽ ഇടപെടേണ്ട എന്ന വാശി, അങ്ങനെ ഒരു മർക്കട മുഷ്ടി തന്നെയല്ലേ പ്രയോഗിച്ചത്? സ്വാമിയെ ശരണയ്യപ്പ, ഇവിടെ ശ്രീ അനിൽ നമ്പ്യാർ പറഞ്ഞത് 100% ശരിയാണ്. മാസങ്ങൾക്ക് മുമ്പ് തന്നെ ഈ വിഷയങ്ങളെല്ലാം പഠിച്ച് തയ്യാറാക്കിയ നിവേദനവുമായി ബഹുമാനപ്പെട്ട തിരുവിതാംകൂർ ദേവസ്വം ബോർഡ് പ്രസിഡന്റ് ശ്രീ അഡ്വക്കേറ്റ് പ്രശാന്ത് അവറുകളെ നേരിട്ട് കാണുകയും എല്ലാ ഹിന്ദു സംഘടനകളുടെയും പ്രതിനിധികളുണ്ടായിരുന്നു, ഞാനടക്കം പോയിരുന്നു, അദ്ദേഹത്തിന്റെ അടുത്ത് കൊടുത്തിരുന്നു. എന്നിട്ട് പറഞ്ഞു, ഇത് കുറ്റപ്പെടുത്തലിന് വേണ്ടിയല്ല, മറിച്ച് സൗകര്യങ്ങൾ ഒരുക്കുന്നതിലെ ഹിന്ദു സംഘടനകൾ ദേവസ്വം ബോർഡിനെയും സർക്കാരിനെയും സഹായിക്കാൻ തയ്യാറാണ്. ഞങ്ങൾ എന്ത് വേണമെങ്കിലും ചെയ്യാൻ സാധിക്കും. പക്ഷേ കലിയുഗവരതനായ ഭഗവാൻ പൊന്നയ്യപ്പന്റെ തിരുസന്നിധിയില് മറ്റു സംസ്ഥാനങ്ങളിൽ നിന്നടക്കം മറ്റ് രാജ്യങ്ങളിൽ നിന്നടക്കം എത്തുന്ന അയ്യപ്പ സ്വാമിമാർക്ക് സുഖദർശനം, സുരക്ഷിത ദർശനം ഉറപ്പാക്കുന്നതിന് വേണ്ട നടപടികൾ സ്വീകരിക്കണം. അതിനുവേണ്ടി പരാതികൾ മാത്രമല്ല പറഞ്ഞിരുന്നത്, വളരെയധികം ഇന്നത്തെ സാഹചര്യത്തിനനുസരിച്ച് ഭൂമിശാസ്ത്രപരമായ ഘടകങ്ങളെ, പരിസ്ഥിതി പ്രശ്നങ്ങൾക്ക് അല്ലെ പരിസ്ഥിതിക്ക് ആഘാതം ഉണ്ടാവാത്ത തരത്തില് നിരവധി നിർദ്ദേശങ്ങൾ ഉൾക്കൊള്ളുന്നതായിരുന്നു അദ്ദേഹം ചെയ്തത്. അതിനെ സംബന്ധിച്ചൊന്ന് ചർച്ച ചെയ്യാൻ പോലും അത് പഠിച്ചതിന് ശേഷം അന്ന് അദ്ദേഹം പറഞ്ഞത് ബോർഡ് അടുത്ത ബോർഡിൽ ഇത് വെക്കും, ബോർഡിൽ വെച്ചതിന് ശേഷം അതിനെ സംബന്ധിച്ച് നമുക്ക് ചർച്ച ചെയ്യാം എന്നൊക്കെ പറഞ്ഞിരുന്നു. എങ്കില് അതിനുശേഷം അദ്ദേഹം ചെയ്തത് അദ്ദേഹത്തിന്റെ ഒരു വീഡിയോ മെസ്സേജ് പുറം ലോകത്തെ അറിയിക്കുകയാണ് ചെയ്തത്. അതായത് ശബരിമലയില് ഞങ്ങൾ എല്ലാ സൗകര്യങ്ങളും അയ്യപ്പ ഭക്തന്മാർക്ക് ചെയ്തിട്ടുണ്ട്, ഞങ്ങൾ സർക്കാരിന്റെ ഭാഗമാണ്, സർക്കാരിന്റെ നിർദ്ദേശം അനുസരിച്ചുള്ള കാര്യങ്ങളാണ് ചെയ്യുന്നത്, സർക്കാരും ഇടതുപക്ഷ സർക്കാർ
ഇതിനു വേണ്ട എല്ലാ സൗകര്യങ്ങളും ചെയ്തിട്ടുണ്ട്. ഇവിടെ പ്രശ്നം ഹിന്ദു സംഘടനകള് ഭക്തന്മാരെ തെറ്റിദ്ധരിപ്പിക്കുന്നു എന്ന അപവാദ പ്രചരണമാണ് അദ്ദേഹം ചെയ്തത്. അപ്പൊ ഈ വിഷയത്തോട് അദ്ദേഹത്തിന് യാതൊരു വിധമായ ആത്മാർത്ഥതയും ഇല്ല എന്നുള്ളതായിരുന്നു ഞങ്ങൾക്ക് കാണാൻ സാധിച്ചത്. രണ്ടാമത് ചെയ്ത ഏതിനെയും വാസ്തവത്തിൽ ശബരിമലയുടെ വിഷയത്തില് ബഹുമാനപ്പെട്ട ഹൈക്കോടതിയുടെ ഇടപെടലുകളാണ് പിന്നെയും ചില കാര്യങ്ങൾ ചെയ്തു പോകുന്നത്. ഒരു ചെറിയ ഉദാഹരണം പറഞ്ഞാല്, ക്ഷേത്രത്തിന്റെ വാസ്തുശാസ്ത്ര വിധിപ്രകാരമുള്ള സ്ഥാനത്ത് നിർമ്മിക്കപ്പെട്ട അല്ലെങ്കിൽ പണ്ടുപുരാതന കാലം മുതൽ നിലനിൽക്കുന്ന ഭസ്മക്കുളം ഇന്ന് അടച്ചിട്ടിരിക്കുകയാണ്. സ്ലാബ് ഇട്ട് അടച്ചു വെച്ചിരിക്കുകയാണ്. അത് അദ്ദേഹം സമ്മതിച്ചു. അതിനുശേഷം ഒരു ഭസ്മക്കുളം തയ്യാറാക്കി മലീമസമായി കിടക്കുകയാണ്. വീണ്ടും ഒരു ഭസ്മക്കുളം തയ്യാറാക്കാനുള്ള ഒരു ശ്രമത്തിലായിരുന്നു ദേവസ്വം ബോർഡ്. അദ്ദേഹത്തോട് അതേപ്പറ്റി ചോദിച്ച സമയത്ത് അദ്ദേഹം പറഞ്ഞത്, അയ്യപ്പ ഭക്തന്മാർക്ക് ശയന പ്രദക്ഷിണത്തിനടക്കം വരുന്ന അയ്യപ്പ ഭക്തന്മാർക്ക് കുളിക്കുന്നതിനുള്ള സൗകര്യമാണെന്ന് പറഞ്ഞു. അപ്പൊ അതിനെതിരെ ഭസ്മക്കുളം എന്ന് പേരിട്ടിരിക്കുന്ന ഈ യഥാർത്ഥ ഭസ്മക്കുളം അടച്ചു വെച്ചിരിക്കുകയാണ്, സ്ലാബ് ഇട്ട് അടച്ചു വെച്ചിരിക്കുകയാണ്. അദ്ദേഹം സമ്മതിച്ചു. എന്തുകൊണ്ടാണ് അങ്ങനെ വന്നത്? ഞാൻ മനസ്സിലാക്കുന്ന എന്റെ പൂർവികരടക്കം എന്നെ പറഞ്ഞ് മനസ്സിലാക്കി ബോധ്യപ്പെടുത്തിയിട്ടുള്ളത്, ആ കുളത്തിൽ മുങ്ങിക്കുളിച്ചാൽ, ഞാൻ ആദ്യമായി പോകുന്ന സമയത്തടക്കം എന്റെ അച്ഛൻ പറഞ്ഞു തന്നിട്ടുള്ള ഒരു വിവരമാണ്, അവിടെ മുങ്ങിക്കുളിച്ച് നമ്മൾ കരക്കി കയറി കഴിയുമ്പോൾ നമ്മുടെ ശരീരത്തിലെ ശുദ്ധമായ ഭസ്മത്തിന്റെ ഗന്ധം നമുക്ക് അനുഭവിക്കാൻ കഴിയും. അങ്ങനെയാണ് ഭസ്മക്കുളം എന്നതിന് പേര് വന്നത്. അപ്പൊ ഇവിടെ ഏത് വിധേന പുതിയ ഭസ്മക്കുളം എന്ന് പറഞ്ഞ് 18ാം പടിക്ക് നടപ്പന്തലിനും കിഴക്ക് വശത്ത് അവർ തയ്യാറായതും ബഹുമാനപ്പെട്ട സ്പെഷ്യൽ കമ്മീഷണറുടെ ഇടപെടലിനെ തുടർന്ന് നിർത്തിവെച്ചതും വിശ്വ ഹിന്ദു പരിഷത്ത് മനസ്സിലാക്കുന്ന എന്താണെന്ന് അറിയാം. വീണ്ടും അയ്യപ്പന്മാരെ വീണ്ടും പിഴിയുന്നതിന് വേണ്ടി, കുളിക്കുന്നതിന് വേണ്ടി, പണം ഈടാക്കാൻ വേണ്ടിയുള്ള ഒരു തന്ത്രം, ഒരു ലേലം കൂടെ നടത്താനുള്ള ഒരു സൗകര്യം മാത്രം. നാം ആലോചിച്ച് നോക്കണം, ശബരിമലയിലേക്ക് വരുന്ന ഓരോ വഴിയിലും എന്ത് സൗകര്യമാണ് ഏർപ്പെടുത്തിയിരിക്കുന്നത് എന്ന് നാം ഒന്ന് ചിന്തിക്കണം. ചെങ്ങന്നൂർ റെയിൽവേ സ്റ്റേഷനാണ് ഏറ്റവും അടുത്ത് കിടക്കുന്ന റെയിൽവേ സ്റ്റേഷൻ. ആ റെയിൽവേ സ്റ്റേഷന്റെ ആ ഗ്രൗണ്ടിൽ നിന്ന് തന്നെ ശബരിമലയ്ക്ക് പോകാനുള്ള ബസ്സുകൾ കിട്ടും. പമ്പ ബോർഡ് വെച്ച് കയറുന്ന അയ്യപ്പ ഭക്തന്മാരെ ഇന്നുണ്ടല്ലോ വ്രതഭംഗം ഉണ്ടാവുന്ന സാഹചര്യമാണ്. അവിടെ നിൽക്കുന്ന ആ ബസ്സിൽ ട്രെയിനിൽ വരുന്ന അയ്യപ്പ ഭക്തന്മാര് കയറിയാൽ ആ ബസ്സിൽ കയറുന്ന അയ്യപ്പ ഭക്തന്മാരുടെ ഇടയിലേക്ക് യൗവനയുക്തകളായ സ്ത്രീകളെ KSRTCയിലെ ജീവനക്കാര് വിളിച്ചു കയറ്റുകയാണ്. വിളിച്ചു കയറ്റി അവരെ കൂട്ടിക്കൊണ്ടുപോകുക. ആ ബസ്സിൽ തന്നെ കയറ്റിക്കൊണ്ടു. പമ്പ സ്പെഷ്യലാണ് ബസ്, അമിതമായ ചാർജ് ഈടാക്കുന്നത് വേറൊരു വിഷയം. ഇവരെ നിർബന്ധപൂർവം ഇവിടെ ഇറക്കി വിടുകയാണ് നിലയ്ക്കല്. എന്തുകൊണ്ട് 2017 വരെ നടന്ന മാതിരി പമ്പയില് അവിടെ ഇറക്കി അവർക്ക് തിരിച്ചു പോരാൻ കഴിയും? പമ്പയിൽ KSRTC ബസ് സ്റ്റേഷൻ ഉണ്ട്. ആ ബസ് സ്റ്റേഷൻ ഇവർക്ക് പാർക്കിങ്ങിനും ബാക്കി കാര്യങ്ങൾക്കും ഉപയോഗിക്കാവുന്നതാണ്. എല്ലാ അയ്യപ്പ ഭക്തന്മാർക്കും ശബരിമലയില് വരുന്നതിന് വേണ്ടി അവരുടെ സാധന സാമഗ്രികൾ അടക്കം ഇന്ന് ഇവിടെ വന്ന് പമ്പയിൽ ഇറക്കാനും അയ്യപ്പ ഭക്തന്മാരെ ഇറക്കി തിരിച്ച് നിലയ്ക്കൽ പോയി പാർക്ക് ചെയ്യട്ടെ. ചക്കുപാലം സെക്ടർ 1, സെക്ടർ 2, ഹിൽ ടോപ്പ്, പമ്പ, ത്രിവേണി ഇവിടങ്ങളിലൊക്കെ തന്നെ പാർക്കിങ് 5200ഓളം വാഹനങ്ങള് ആകെ കൂടി പാർക്ക് ചെയ്യുന്നതിനുള്ള സൗകര്യം ഇവിടെ എല്ലായിടത്തും കൂടി ഉണ്ടായിരുന്നു. ഈ വർഷം കുറച്ചു ഭാഗം കോടതിയുടെ ഇടപെടലിനെ തുടർന്ന് തുറന്നു കൊടുത്തിട്ടുണ്ട്. പക്ഷേ അയ്യപ്പ ഭക്തന്മാരെ ആ ബസ്സിൽ കുത്തി നിറച്ച് ദ്രോഹിച്ച കൊച്ചു കുഞ്ഞുങ്ങൾ കൂട്ടുപിരിഞ്ഞ് നിലവിളിക്കുന്നതായ സാഹചര്യങ്ങൾ അടക്കം കണ്ടുകൊണ്ട് ഈ അയ്യപ്പ ഭക്തന്മാര് ദുരിതത്തിലാക്കുന്നത്. ഇനി ഒരാൾ പോലും ഇങ്ങോട്ട് വരരുത് എന്നുള്ളതാണ് സർക്കാരിന്റെയും ദേവസ്വം ബോർഡിന്റെയും. വരുന്ന ആളുകളെ പരമാവധി പിഴിയുക എന്നുള്ളതാണ് ലക്ഷ്യം. ആ സാഹചര്യത്തിലാണ് വിശ്വ ഹിന്ദു പരിഷത്ത് കേരള ഹൈക്കോടതിയെ സമീപിച്ചതും സൗജന്യമായി യാത്ര ഒരുക്കാം, സൗജന്യമായി. ഇത് വെറുതെ പറയുന്നതല്ല. വർഷങ്ങൾക്ക് മുമ്പ് ഫോറസ്റ്റ് ഡിപ്പാർട്ട്മെന്റ് അനുവദിച്ച പിൽഗ്രിം ഷെൽട്ടറുകളില് പമ്പയിലും അതേപോലെ തന്നെ നീലിമല ടോപ്പിലും അപ്പാച്ചിമേട്ടിലും മരക്കൂട്ടത്തും ഒക്കെ തന്നെയും കുടിവെള്ള വിതരണവും അതേപോലെ തന്നെ ലഘുഭക്ഷണ വിതരണവും ഡോളി സർവീസും അങ്ങനെയുള്ള എല്ലാ ഏതെങ്കിലും തരത്തിലുള്ള അയ്യപ്പ ഭക്തന്മാർക്ക് ചെറിയ ചെറിയ അപകടങ്ങൾ ഉണ്ടാവുകയാണ് അവരെ പെട്ടെന്ന് പമ്പയിലെ ആംബുലൻസിൽ എത്തിക്കുന്നതിന് വേണ്ടിയുള്ള സ്ട്രെച്ചർ സർവീസും ഒക്കെ വിശ്വ ഹിന്ദു പരിഷത്ത് നടത്തിയിരുന്നു എങ്കിൽ ഏതാണ്ട് 2017 ശേഷം അത് അനുവദിച്ചില്ല. അന്നദാനം നടത്തുമായിരുന്നു. നിരവധി ഭക്തജന കൂട്ടായ്മകൾ, നിരവധി ഹിന്ദു സംഘടനകൾ, വിശ്വ ഹിന്ദു പരിഷത്ത് പോലെ തന്നെ അയ്യപ്പ സേവാ സമാജം അടക്കം
അവിടെ അന്നദാനം നടത്തിയിരുന്നു. അതൊന്നിനും അനുവദിക്കുക, ആരെയും അനുവദിക്കുകയുമില്ല, നിങ്ങൾ ചെയ്യുകയുമില്ല. വിശ്വ ഹിന്ദു പരിഷത്ത് അതാണ് ദേവസ്വം ബോർഡ് പ്രസിഡന്റിനോട് അപേക്ഷിച്ചത്. നിങ്ങൾ ഈ അയ്യപ്പ ഭക്തന്മാരെ ഇങ്ങനെ ദ്രോഹിക്കരുത്, ഞങ്ങൾ സൗജന്യമായിട്ട് സർവീസ് നടത്താം. ബഹുമാനപ്പെട്ട സുപ്രീം കോടതിയില് അവര് അഫിഡവിറ്റ് കൊടുത്തതിനകത്ത് ആകെക്കൂടി ഇതിനകത്ത് ഒരാക്ഷേപമേ അവർക്ക് ഉന്നയിക്കാനുണ്ടായിരുന്നുള്ളൂ. വിശ്വ ഹിന്ദു പരിഷത്ത് പുറത്തുനിന്ന് പണം പിരിച്ചിട്ടാണ് ഇത് നടത്തുന്നത് എന്നാണ്. ഒരു പണവും പിരിച്ചിട്ടല്ല. ബഹുമാനപ്പെട്ട സുപ്രീം കോടതി തന്നെ വ്യക്തമാക്കിയതില് വളരെ സന്തോഷം തോന്നി. കാരണം എന്താണ്, വിശ്വ ഹിന്ദു പരിഷത്ത് പണം പിരിക്കുന്നതില് അത് കൊമേഴ്ഷ്യൽ ആവശ്യത്തിനല്ലല്ലോ, സേവനത്തിന് വേണ്ടിയല്ലേ എന്ന് ഓപ്പൺ കോടതിയിൽ തന്നെ സർക്കാരിനോടും ദേവസ്വം ബോർഡിനോടും KSRTC-യോടും ബന്ധപ്പെട്ട കക്ഷികളുടെ അഭിഭാഷകരോട് ചോദിക്കുന്നതായ ഒരു സാഹചര്യം വരെ ഉണ്ടായി. അപ്പൊ ആ ഒരു സാഹചര്യത്തില് ശബരിമലയിലെ ഏത് വിധേനയും അയ്യപ്പ ഭക്തന്മാർക്ക് അവരിൽ നിന്നും സൗകര്യങ്ങൾ ഒരുക്കി കൊടുക്കാതെ അവരിൽ നിന്ന് പണം പിടുങ്ങുന്നതായ സാഹചര്യം നാം ആലോചിക്കണം. ലോകത്ത് എവിടെയെങ്കിലും ഇത്രയും അയ്യപ്പ ഭക്തന്മാർ ഒന്ന് മൂത്രം ഒഴിക്കണമെങ്കിൽ പൈസ കൊടുക്കണം, ടോയ്ലറ്റിൽ പോകണമെങ്കിൽ പൈസ കൊടുക്കണം, കുളിക്കണമെങ്കിൽ പൈസ, എന്ത് സൗകര്യമാണ് ഇവരെ ഏർപ്പെടുത്തിയത്? അയ്യപ്പ ഭക്തന്മാർ പണം കൊടുക്കാൻ തയ്യാറാ, അതെങ്കിലും മര്യാദയ്ക്ക് സൗകര്യമായിട്ട് കൊടുക്കുന്നുണ്ടോ? കൊടുക്കുന്നില്ല. അപ്പൊ ഇവിടെ പമ്പ KSRTC ബസ് സ്റ്റേഷൻ എന്തിനു വേണ്ടി? ചക്കുപാലത്തും അതേപോലെ ഹിൽ ടോപ്പില് പമ്പയിലും ത്രിവേണിയിലും പാർക്കിങ് ഇപ്രാവശ്യം കുറച്ച് എത്രത്തോളം കൊടുക്കുമെന്നറിയില്ല. 2018 പ്രളയത്തിൽ വന്ന മണ്ണ് ഇപ്പോഴും അവിടെ കിടപ്പുണ്ട്. അത് നീക്കം ചെയ്യാനുള്ള വിഷയങ്ങൾ, അതിന്റെ സാങ്കേതിക പ്രശ്നങ്ങൾ ഉണ്ടെങ്കിൽ അത് പരിഹരിച്ച് അവിടെ ഒന്നും വനത്തിനുള്ളിലേക്ക് മാറ്റി പാർക്ക് ചെയ്യാനുള്ള സൗകര്യങ്ങൾ, എന്ത് സൗകര്യമാണ് ദേവസ്വം ബോർഡ് ചെയ്തിട്ടുള്ളത്? അല്ലെ സർക്കാർ എന്ത് സൗകര്യമാണ് ചെയ്തിട്ടുള്ളത്? അവിടെ പോകുന്ന ഒരാളിന്, ഒരു നിഷ്പക്ഷ നിരീക്ഷകന് മനസ്സിലാവുന്നത് സർക്കാർ സംവിധാനങ്ങളുടെ അവരുടെ ഓഫീസുകള്, അവരുടെ ഗസ്റ്റ് ഹൗസുകള് ഒക്കെ കൃത്യമായിട്ട് പരിപാലിച്ചിട്ടുണ്ട്. ഡോണർ ഹോംസ് അവര് അവിടെ കൃത്യമായിട്ട് പണി തീർത്തിട്ടുണ്ട്. സാധാരണ അയ്യപ്പ ഭക്തന്മാർക്ക്, വ്രതധാരികളായി വരുന്ന അയ്യപ്പ ഭക്തന്മാര് അനുഭവിക്കേണ്ടി വരുന്ന ബുദ്ധിമുട്ടുകൾ എവിടെ തുടങ്ങുന്നു? പമ്പയിൽ നിന്ന് തുടങ്ങുന്നു. പമ്പയിൽ വിരിവെക്കാൻ എവിടെ സൗകര്യം? ഷാമിയാന വലിച്ചു കെട്ടി കഷ്ടിച്ച് 150 പേർക്ക് കയറി നിൽക്കാനുള്ള സൗകര്യം ഒരുക്കിയിട്ട് അയ്യപ്പ ഭക്തന്മാരെ എവിടെ വിരിവെക്കും? പമ്പ സരസ്തടമാണ്, പമ്പ തീർത്ഥമാണ്. ആ പമ്പ തീർത്ഥം മലീമസപ്പെടുന്നു. നാം ആലോചിച്ച് നോക്കണം. അവിടെ പമ്പ സ്നാനത്തിന് സൗകര്യം ഉണ്ടാക്കി കൊടുക്കുന്നുണ്ടോ? പമ്പയിൽ വിരിവെക്കാനുള്ള സൗകര്യമുണ്ടോ? പമ്പ സദ്യ നടത്താനുള്ള സൗകര്യമുണ്ടോ? ബലിതർപ്പണം നടത്താനുള്ള സുരക്ഷിതമായ സൗകര്യമുണ്ടോ? ശ്രീരാമ പാദത്തിൽ നമസ്കരിക്കാൻ ഒരു ഭക്തന് സൗകര്യം കിട്ടുന്നുണ്ടോ? യാതൊരു സൗകര്യമില്ലാതെ ആ പമ്പയുടെ വിരിമാറിൽ ടോയ്ലറ്റ് കോംപ്ലക്സ് ആണുള്ളത്. പമ്പ സരസ്തടം, പമ്പ തീർത്ഥം ഒഴുകുന്ന കരകളില് ആ തീരത്ത് കൊണ്ടുപോയി ടോയ്ലറ്റ് കോംപ്ലക്സ് ആണ് സ്ഥാപിച്ചിരിക്കുന്നത്. ഹോട്ടലുകളിലെ മാലിന്യങ്ങൾ മുഴുവൻ അവിടേക്ക്. ഈ ഹോട്ടലുകളിൽ നിന്നും വിതരണം ചെയ്യുന്ന ഭക്ഷണം ശുചിത്വമുള്ളതാണോ? ഈ വ്രതധാരികളായി വരുന്ന അയ്യപ്പ ഭക്തന്മാർക്ക് വ്രതഭംഗം ഉണ്ടാവാതെ വിതരണം ചെയ്യാൻ പറ്റുന്ന അവിടെ ജോലിക്കാരടക്കം ഉള്ള സംവിധാനമാണോ? ഇന്ന് ഏതാണ്ട് നല്ലൊരു ശതമാനം ഇതര മതവിഭാഗങ്ങളാണ് അവിടുത്തെ ലേലം കൈക്കൊള്ളുകയോ അല്ലെങ്കിൽ മറിച്ച് ലേലത്തില് കൈവശപ്പെടുത്തിക്കൊണ്ട് അന്യ സംസ്ഥാനത്ത് നിന്ന്, അന്യ സംസ്ഥാനം എന്ന് പറയാൻ പറ്റില്ലോ, അതിഥി തൊഴിലാളികളായി വരുന്ന പാകിസ്ഥാനിൽ നിന്ന് അല്ലെങ്കിൽ ബംഗ്ലാദേശിൽ നിന്ന് ഉഴഞ്ഞുകയറ്റക്കാരായി വന്ന മുസ്ലിം ചെറുപ്പക്കാരടക്കം ഈ സ്ഥാപനങ്ങളിൽ ജോലി ചെയ്യുമ്പോൾ അവർക്ക് എങ്ങനെ അയ്യപ്പ ഭക്തന്റെ അവരുടെ ആ വ്രതഭംഗം മുടക്കാതെ അല്ലെ വ്രതഭംഗം ഉണ്ടാവാതെ സംരക്ഷിക്കാൻ എന്ത് ബാധ്യതയുണ്ട്? അവരെന്ത് ചെയ്യും? ഉദ്യോഗസ്ഥന്മാര് വരുന്നത് നാം ഒന്ന് ആലോചിച്ച് നോക്കണം. ഒരു കാലഘട്ടത്തില് വ്രതധാരികളായിട്ടുള്ള അയ്യപ്പ ഭക്തന്മാരോട് ഓപ്ഷൻ ചോദിച്ചാണ് സന്നിധാനത്തും പരിസര പ്രദേശത്തും ഒക്കെ പോലീസ് ഉദ്യോഗസ്ഥന്മാരടക്കം ജോലിക്ക് നിയോഗിച്ചിരുന്നത് എങ്കിൽ ഇന്നത്തെ അവസ്ഥ എന്താണ്? കൈ കിട്ടുന്നവരെയൊക്കെ അവർക്ക് സൗകര്യമായിട്ട് ആ ക്ഷേത്രത്തെ എങ്ങനെ തകർക്കാം എന്നുള്ളതിനെ സംബന്ധിച്ച് ഗവേഷണം നടത്തുന്ന ഉദ്യോഗസ്ഥന്മാരെ തന്നെ കയറ്റിവിടുന്നു. തീർച്ചയായും ഞാൻ തിരിച്ചു വരാം. ശശികല ടീച്ചറും എത്തിയിട്ടുണ്ട്. അത്ര സുഖകരമല്ല ശബരിമലയിലെ കാലാവസ്ഥ. വീണ്ടും ഒരു മണ്ഡല കാലം സമാഗതമായിരിക്കുന്നു. ഇക്കുറി സുഗമമാവുമോ കാര്യങ്ങൾ? എന്തൊക്കെ ആശങ്കകളാണ് ഉള്ളത്? ടീച്ചർ ഒന്ന് അൺമ്യൂട്ട് ചെയ്യാമോ? ടീച്ചർ
കേൾക്കുന്നുണ്ട്. ഇപ്പൊ കേൾക്കാം പറഞ്ഞോളൂ ടീച്ചർ. മണ്ഡലക്കാലം നമ്മുടെ മൂക്കിന്റെ തുമ്പത്തെത്തി, നമുക്കറിയാം. മണ്ഡലക്കാലം സുഖകരമല്ലെങ്കിലും ബുദ്ധിമുട്ടില്ലാത്തതായി തീരണമേ എന്നാണ് നമ്മുടെ ഓരോരുത്തരുടെയും പ്രാർത്ഥന. കാരണം കല്ലും മുള്ളും കാലുക്കുമെത്ത എന്ന് എന്ത് ബുദ്ധിമുട്ടും സഹിക്കാൻ തയ്യാറായി കെട്ടുനിറച്ചിറങ്ങുന്ന അയ്യപ്പ ഭക്തരെ സംബന്ധിച്ചിടത്തോളം അവരൊരു പക്ഷെ സുഖ സൗകര്യങ്ങൾ ആഗ്രഹിക്കുന്നുണ്ടായിരുന്നു. പക്ഷേ അത് ബുദ്ധിമുട്ടല്ലാത്ത വിധത്തിൽ അവർക്ക് മനം മടുപ്പിക്കുന്ന അനുഭവങ്ങളുമായി തിരിച്ചു പോകേണ്ട അവസ്ഥ ഉണ്ടാകരുത്. അവരെ മിനിമം അവരുടെ മനുഷ്യാവകാശങ്ങളെങ്കിലും അവിടെ നിറവേറ്റപ്പെടണം എന്നാണ് നമ്മുടെയൊക്കെ ആഗ്രഹം. പക്ഷേ അങ്ങനെ ആഗ്രഹിക്കാനേ ഇന്നത്തെ സാഹചര്യത്തിൽ സാധിക്കുന്നു. അത് നടപ്പിലാക്കും എന്ന് നമുക്കാർക്കും ഉറപ്പില്ല. കാരണം ഒന്ന്, നടത്തേണ്ടവർക്ക് അതിനെപ്പറ്റി യാതൊരു ഉത്തരവാദിത്വവും ഇല്ല. അപ്പൊ നമുക്കറിയാം 12 വർഷത്തിലൊരിക്കൽ നടക്കുന്ന കുംഭമേളയില് വരുന്ന ഭക്തജന ലക്ഷങ്ങൾ എത്രയാണോ അത്രയും ഒരു പക്ഷേ 12 വർഷം കൊണ്ട് ശബരിമലയിൽ വന്നു പോകുന്നുണ്ടാകും. വളരെ പ്രധാനപ്പെട്ട തീർത്ഥാടന കേന്ദ്രമാണ് ശബരിമല. പക്ഷേ നമ്മൾ ഒരിക്കലും ഒരു മകരവിളക്ക് കഴിഞ്ഞാൽ ശബരിമലയെ പറ്റി പിന്നെ നമുക്ക് ആകെ കേൾക്കുന്നത് വരുമാനത്തെ പറ്റിയുള്ള ചില വാർത്തകൾ മാത്രമാണ്. ആ മകരവിളക്ക് സമാപിച്ചു കഴിഞ്ഞാൽ അടുത്ത മണ്ഡലത്തെ വരവേൽക്കാൻ വേണ്ടിയുള്ള ദീർഘകാലമായ ഒരു പദ്ധതികളും ഒരു ഭാഗത്തു നിന്ന് ശാശ്വതമായി പരിഹാരം കാണേണ്ട വിഷയങ്ങൾ ഉണ്ടാകും, താൽക്കാലികമായി കാണേണ്ട വിഷയങ്ങൾ ഉണ്ടാകും. ഇതിനെപ്പറ്റി ഒന്നും ഒരു പ്ലാനിങ്ങും ഇല്ലാതെ തുലാമാസം ആകുമ്പോഴാണ് പലപ്പോഴും ഓടിപ്പടച്ച് എന്തെങ്കിലുമൊക്കെ അവലോകന യോഗങ്ങൾ എന്നൊക്കെ പറഞ്ഞ് എന്തെങ്കിലുമൊക്കെ നടത്തി വരുന്ന പോലെ കാണാം എന്ന നിലയ്ക്കുള്ള ഈ തീർത്ഥാടനത്തെ നേരിടുക മാത്രമാണ് ഇതിന്റെ അധികൃതർ ചെയ്യുന്നത്. അതിനൊരു പ്രധാന കാരണം അവർക്ക് ഭക്തിയോ വിശ്വാസമോ അയ്യപ്പ ഭക്തർ സ്വന്തമാണ് എന്ന തോന്നലോ ഇല്ല. വെറും അവർക്കൊക്കെ അധികാരം കൈയാളാനും അല്ലെങ്കിൽ കിട്ടുന്ന കമ്മീഷനുകൾ അടിച്ചു മാറ്റാനും ഏതൊക്കെ സംവിധാനത്തിൽ നിന്ന് അതിൽ നിന്ന് എന്തൊക്കെ ഊരാൻ പറ്റുമോ അതൊക്കെ എടുക്കുക, പകരം MLA മോഹികളായ അല്ലെങ്കിൽ ഏതെങ്കിലുമൊക്കെ പദവികൾ മോഹിച്ച ഭൈമി കാമുകന്മാർക്ക് ഏതെങ്കിലും ഒരു പദവിയിൽ ഇരുത്തുക, ദേവസ്വം ബോർഡിന്റെ പ്രസിഡന്റായോ മറ്റെന്തെങ്കിലുമൊക്കെ. ഇപ്പൊ കാല് മാറി വരുന്നവരെയൊക്കെ എവിടെയെങ്കിലുമൊക്കെ അക്കോമഡേറ്റ് ചെയ്യണമല്ലോ. അപ്പൊ അതിനൊക്കെ ഒരു സംവിധാനം മാത്രമായിട്ടാണ് അവർ ദേവസ്വം ബോർഡിനെ കാണുന്നത്. അപ്പോ അതിന് കാരണം അയ്യപ്പ ഭക്തരോടൊരു മമതയില്ല, സ്വന്തം എന്ന തോന്നലില്ല, ഭക്തിയില്ല, വിശ്വാസവും ഇല്ല, അയ്യപ്പന്റെ സ്നേഹം ഒന്നുമില്ല. അപ്പൊ അത്തരക്കാർ കൈകാര്യം ചെയ്യുമ്പോൾ എന്ത് വരുമോ അത് തന്നെയാണ് ഇപ്പോഴും വരുന്നത്. അപ്പൊ നമുക്കറിയാം എന്തൊരുക്കമാണ് അവിടെ ചെയ്തിരിക്കുന്നത് എന്നതിന് തുലാമാസത്തിൽ നട തുറന്നപ്പോൾ നമ്മൾ കണ്ടു എല്ലാ ഒരുക്കങ്ങളും പാളിപ്പോയി എന്നുള്ളത്. കാരണം മണ്ഡലം അടുത്ത് നിൽക്കി ഒരു മാസം ഇപ്പുറയാണ് അതും വലിയ വിവാദങ്ങൾ ഉണ്ടാക്കി. വെർച്വൽ ക്യൂ മാത്രം മതി, സ്പോട്ട് ക്യൂ വേണ്ട എന്നൊക്കെ പറഞ്ഞുകൊണ്ട് വളരെ ഗംഭീരമായ വിവാദങ്ങൾ ഉണ്ടാക്കി. നമ്മൾ വിചാരിച്ചത് വെർച്വൽ ക്യൂ മാത്രം മതി എന്ന് പറഞ്ഞപ്പോ എത്ര പേര് വരുന്നു എന്നൊക്കെ കൃത്യമായി അറിഞ്ഞ് അവർക്ക് വേണ്ടുന്ന എല്ലാ സംവിധാനവും ഒരുക്കാൻ വേണ്ടിയാണ്. പക്ഷെ എന്താണ് സംഭവിച്ചത്? എല്ലാ ഒരുക്കങ്ങളും പാളിപ്പോയി. കുടിവെള്ളം കിട്ടാതെ, മര്യാദക്കൊന്ന് വിശ്രമിക്കാൻ സാധിക്കാതെ, ഒന്ന് മൂത്രമൊഴിക്കാൻ പാകമില്ലാതെ മണിക്കൂറുകൾ അയ്യപ്പ ഭക്തന്മാർ ക്യൂവിൽ നിന്നു. അപ്പോ ഇത് എത്ര വട്ടം കണ്ടാലും പഠിക്കുന്നില്ല എന്നുള്ളത് എന്തുകൊണ്ട്? ഇതിനെന്തുകൊണ്ടൊരു ശാശ്വതമായ പരിഹാരത്തെ പറ്റി അതിനെപ്പറ്റി അറിയാവുന്നവരെ വെച്ചുകൊണ്ട് ഒരുപക്ഷെ രാഷ്ട്രീയക്കാർക്ക് ഇതെല്ലാം അറിഞ്ഞുകൊള്ളണം എന്നില്ല. അവരാണ് എല്ലാറ്റിനെയും ഉത്തരവാദി എന്ന് കാണിക്കുമെങ്കിലും അവർക്ക് അറിഞ്ഞുകൊള്ളണമെന്നില്ല. ഈ അറിയുന്നവരെ സംബന്ധിച്ച് എന്തുകൊണ്ടൊരു ദീർഘകാല പദ്ധതി അവിടെ ഉണ്ടാക്കുന്നില്ല? ഈ തിരക്കൊഴിവാക്കാനും അല്ലെങ്കിൽ അയ്യപ്പ ഭക്തർക്ക് പരമാവധി അവരുടെ ആവശ്യങ്ങൾ നിറവേറ്റാൻ വേണ്ടുന്ന കാര്യങ്ങൾ ചെയ്തു കൊടുക്കാനും എന്തുകൊണ്ടൊരു ദീർഘകാല പ്രൊജക്ട് അവിടെ വരുന്നില്ല? കൊടുത്ത നമുക്കറിയാം ശ്രീമാൻ സത്യാനന്ദ സരസ്വതി നിർപ്പാദങ്ങളൊക്കെ സമർപ്പിച്ച ഹരിവരാസനം പ്രൊജക്ട് അടക്കമുള്ളവ ഇതൊന്നും വേണ്ടത്ര ഗൗരവത്തിൽ അവിടെ എടുക്കുന്നില്ല. ഒന്ന്, മറ്റാരെയും ഇതിലേക്ക് ഇടപെടാൻ സമ്മതിക്കൂല, അവരൊട്ട് ചെയ്യൂല. അയ്യപ്പ ഭക്തർക്ക് ഒരു തുള്ളി വെള്ളം കൊടുക്കാൻ പോലും ഭക്തജന സംഘടനകൾക്ക് അവകാശമില്ല എന്നാണ് പറയുന്നത്. കോടതിയെ തെറ്റിദ്ധരിപ്പിച്ചുകൊണ്ട് പല വിധത്തിലുള്ള വിധിന്യായങ്ങൾ മേടിച്ചെടുത്തു വരികയാണ്. അപ്പോ ഈ ഭക്തജന സംഘടനകളെ മുഴുവൻ മാറ്റി നിർത്തുന്നു, എന്നിട്ട് സ്വയം ചെയ്യാൻ കഴിയുന്നില്ല. അപ്പോ ന്യായമായൊരു സംശയമുണ്ട്, അയ്യപ്പ ഭക്തരെ വേദനിപ്പിക്കണം എന്ന ദുരുദ്ദേശം ഇവർക്കുണ്ട്. കാരണം സഹായിക്കാൻ ആരും പാടില്ല, ഞങ്ങളെ കൊണ്ടിട്ട് കൂട്ടിയാൽ പറ്റൂല, വേറൊരാൾ സഹായിക്കാനും പാടില്ല എന്ന് പറയുമ്പോൾ അയ്യപ്പ ഭക്തർ ബുദ്ധിമുട്ടണം എന്നവര് കുടിവെള്ളം പോലും കിട്ടാതെ ബുദ്ധിമുട്ടണം എന്നവർ ചിന്തിക്കുന്നു. കുഞ്ഞുകുട്ടി പരാധീനങ്ങളുമായിട്ടാണ് വരുന്നത്. ആ കുട്ടികൾക്കെങ്കിലും അത്യാവശ്യം വേണ്ടുന്ന അവർക്കൊരു ശുദ്ധവായുവെങ്കിലും കിട്ടാൻ പറ്റുന്ന വിധത്തിൽ ക്രൗഡ് മാനേജ്മെന്റ് ചെയ്യാൻ എന്തുകൊണ്ട് സാധിക്കുന്നില്ല? ഈ തിരക്ക് ഏറി വരുമ്പോൾ ഭക്തജന സംഘടനകളുടെയോ ഹൈന്ദവ സമൂഹത്തിന്റെയോ ഒന്നും തന്നെ അഭിപ്രായം ആരായാതെ അവിടെ 18-ാം പടിക്ക് മുന്നിൽ ഒരു നിർമ്മിതി ഉണ്ടാക്കി. അവിടെ പോകുന്ന അയ്യപ്പ ഭക്തരെല്ലാം പറയുന്നു പഴയ പോലെ വേഗതയിൽ അവിടെ കയറാൻ സാധിക്കുന്നില്ല. കാരണം ആ തൂണുകളൊക്കെ അവിടെ നിന്ന് കാരണം പഴയ പോലെ വേഗതയിൽ എത്ര തന്നെ പോലീസുകാർ വിചാരിച്ചാലും പഴയ പോലെ വേഗതയിൽ 18-ാം പടി കയറ്റി വിടാൻ സാധിക്കുന്നില്ല. അപ്പൊ എന്തിനു വേണ്ടിയായിരുന്നു ഇങ്ങനെ ഒരു നിർമ്മിതി?
അപ്പൊ ഇത് ആരോട് അന്വേഷിച്ചിട്ട് ഇതിന്റെ ശാസ്ത്രീയത, ഇത് ഇവിടെ നിർമ്മിച്ചു കഴിഞ്ഞാൽ അയ്യപ്പ ഭക്തർക്ക് ഇതുകൊണ്ട് ഉണ്ടാകുന്ന ബുദ്ധിമുട്ട് എന്താണ്? നമ്മൾ സാധാരണ ഓരോന്നിന് പറയുമ്പോൾ ആഘാത പഠനം നടത്തുക എന്നൊക്കെ പറയുമല്ലോ. അങ്ങനെ എന്തെങ്കിലും പഠനം നടത്തിയിട്ടാണോ അവിടെ ഏതെങ്കിലും നിർമ്മിതി, ഇതെന്നല്ല ഏതെങ്കിലും ഒരു നിർമ്മിതി അങ്ങനെയാണോ നടത്തിയിരിക്കുന്നത്? ഒരു 2-3 മാസത്തെ കാലയളവിനെ പറ്റിയുള്ള ഒരു പഠനം പോലും നടക്കുന്നില്ല. ശബരിമലയെ ഒക്കെ സംബന്ധിച്ചാണെങ്കിൽ ഒരു 50 കൊല്ലമെങ്കിലും ദീർഘവീക്ഷണത്തോടു കൂടിയാണ് അവിടെ ഓരോ പദ്ധതിയും ആസൂത്രണം ചെയ്യേണ്ടത്. അപ്പൊ അതൊന്നും നടക്കുന്നില്ല. ഇനി നമുക്ക് വലിയ പ്രതീക്ഷകളില്ല. ഏറ്റവും ചുരുങ്ങിയത് അയ്യപ്പ ഭക്തർക്ക് കുടിവെള്ളം, ഒന്ന് മൂത്രമൊഴിക്കാനുള്ള സൗകര്യം, വലിയ ദൂരത്തിൽ തിക്കും തിരക്കിലും പെട്ട് അവർക്ക് കൂടുതൽ ശാരീരികമായ ബുദ്ധിമുട്ടുകളൊന്നും ഇല്ലാതെ ദർശനം നടത്തി പോരാനുള്ള ഒരു സംവിധാനം ഇത്രയെങ്കിലും ദേവസ്വം ബോർഡിന് എടുക്കാൻ സാധിക്കും. ഇത്രയെങ്കിലും ഇവിടുത്തെ പോലീസ് സംവിധാനമൊക്കെ ചേർന്നുകൊണ്ട് അവർക്ക് ചെയ്യാൻ കഴിയും. അവർക്ക് ചെയ്യാൻ കഴിയില്ലെങ്കിൽ മാറി നിൽക്കട്ടെ, ഭക്തജന സംഘടനകളെ ഏൽപ്പിക്കട്ടെ. ഇത് പണം ഉണ്ടാക്കാനുള്ള ഒരു സംവിധാനം മാത്രമല്ല. ഇപ്പൊ KSRTC തൊട്ട് എല്ലാവരും റെഡി, ആ ഒരുക്കമാണ് നടന്നിരിക്കുന്നത്. എല്ലാവരുടെയും ഒരു ശബരിമലയ്ക്ക് വേണ്ടുന്ന മുന്നൊരുക്കങ്ങളൊക്കെ നടത്തി എന്നാൽ എന്ത് മുന്നൊരുക്കമാണ് നടത്തുന്നത്? ഭണ്ഡാരങ്ങളൊക്കെ കാലിയാക്കി വെക്കുക. അതേമാതിരി തന്നെ KSRTCയെ സംബന്ധിച്ച് മറ്റു പലതിനെ സംബന്ധിച്ച് ഈ പണം വാരാനുള്ള ഒരു സംവിധാനം മാത്രം ചെയ്യുക. ഇനി ബസ് ചാർജ് വർദ്ധിപ്പിക്കണമെന്നുണ്ടെങ്കിൽ അത്തരം കാര്യങ്ങളൊക്കെ മുൻകൂട്ടി ചിന്തിച്ച് നടപ്പിൽ വരുത്തുക എന്നതിന് പകരം എന്താണ് ചെയ്യുന്നത്? അയ്യപ്പ ഭക്തർക്കൊക്കെ നേരത്തെ ഇവിടെ പറഞ്ഞു, വിശ്വഹിന്ദു പരിഷത്തൊക്കെ ഫ്രീ ആയി അവർക്ക് വേണ്ടുന്ന യാത്രാ സൗകര്യം ഏർപ്പെടുത്താതെ ദേവസ്വം ബോർഡ് ചെയ്യേണ്ടതാണ്. അപ്പൊ തിരുപ്പതിയിലൊക്കെ നമുക്കറിയാം അത് ചെയ്യുന്നത്. ദേവസ്വം ബോർഡ് ചെയ്യേണ്ട ഒരു സംവിധാനം ഹൈന്ദവ സംഘടനകൾ ചെയ്യാമെന്ന് പറഞ്ഞിട്ട് എന്തുകൊണ്ടാണ് അത്തരം കാര്യങ്ങൾ അവർ അംഗീകരിക്കാത്തത്? കാരണം അത് അംഗീകരിച്ചാൽ KSRTCയുടെ നഷ്ടം അല്പമെങ്കിലും ഒന്ന് നിൽക്കുന്നത്, കെട്ടുകാര്യസ്ഥതയുടെ പര്യായമായി മാറിയ KSRTC അല്പമെങ്കിലും ഒരു ജീവൻ കിട്ടുന്നത് ഈ മണ്ഡലക്കാലത്താണ്. അതിൽ ഏറ്റവും പ്രധാനപ്പെട്ട ഒരു വരുമാന മാർഗം എന്ന് പറയുന്നത് നിലയ്ക്കൽ പമ്പ ചെയിൻ സർവീസാണ്. അതിൽ നിന്നാണ് അവർക്ക് കൂടുതൽ, കാരണം അവിടെ ആൾ എണ്ണിയാണ് പണം കിട്ടുന്നത്. അപ്പൊ വളരെ കൃത്യമായിട്ട് അവർക്ക് പണം പിരിക്കാനും അല്ലെങ്കിൽ നഷ്ടപ്പെടുന്ന ചെറിയ തോതിലൊന്ന് കരകയറാനൊക്കെ പറ്റുന്ന നിലയ്ക്കൽ പമ്പ ചെയിൻ സർവീസ്, അത് സാധാരണഗതിയിൽ നിന്ന് ചാർജ് വർദ്ധിപ്പിച്ചുകൊണ്ട് അവർ അയ്യപ്പ ഭക്തന്മാർക്ക് ഫ്രീ ആയി കൊടുക്കേണ്ടതിന് പകരം ചാർജ് വർദ്ധിപ്പിച്ചുകൊണ്ട് നടക്കുന്നു. ഇനി അതും പോകട്ടെ, അതും വേണമെങ്കിൽ ഒരുപക്ഷെ അയ്യപ്പ ഭക്തർ അംഗീകരിക്കുമായിരിക്കും. പക്ഷെ ബാക്കി എല്ലാ സ്ഥലത്തും ലോഡ് നോക്കി പിടിക്കുകയും ശിക്ഷിക്കുകയും ഒക്കെ ചെയ്യുന്ന നിയമ സംവിധാനങ്ങൾ, ട്രാഫിക് നിയമം ഈ പമ്പ നിലയ്ക്കൽ സർവീസ് റൂട്ടിനും ബാധകമല്ലേ? അവിടെ എന്തുകൊണ്ട് ഈ ഓവർ ക്രൗഡഡ് ആയിട്ട് പോകുന്ന, ഒരുപക്ഷെ ശ്വാസം പോലും കിട്ടാത്ത വിധത്തിൽ അടുക്കി പെറുക്കി കൊണ്ടുപോകുന്ന, നമ്മള് മറ്റേ തീപ്പെട്ടിക്കൊള്ളി എന്നല്ല, അതിന് പിന്നെ ഒരു ക്രമമെങ്കിലും ഉണ്ട്, അതിനും അപ്പുറത്തേക്ക് അടുക്കി കൊണ്ടുപോകുമ്പോൾ അവിടെ എന്തുകൊണ്ട് അത്തരം കാര്യങ്ങൾ ചിന്തിക്കുന്നില്ല? കൂടുതൽ ബസ് ഇട്ടുകൊണ്ട്, ഏതായാലും കാശ് വാങ്ങുന്നില്ലേ, കൂടുതൽ ബസ് ഇട്ടുകൊണ്ട് അവർക്ക് തിരക്കാതെ കയറി പോകാൻ പറ്റുന്ന ഒരു സംവിധാനം ഉണ്ടാകുന്നുണ്ട്. ഓരോ ബസ് വരുമ്പോഴും അവർ കാണിക്കുന്ന ആക്രമണം, കാരണം ഇതിനുള്ളിൽ എങ്ങനെ കയറി പറ്റാൻ പറ്റുമെന്ന് നിശ്ചയമില്ലാത്തൊരു ഒരുതരം വെപ്രാളമാണ് കാണിക്കുന്നത്. അപ്പോ അതെങ്കിലും ഒന്ന് ഒഴിവാക്കാൻ, ഇവര് പൈസ കൊടുക്കുന്നവൻ ശരിക്കും ഏത് കാര്യത്തിൽ അവർക്ക് ചില അവകാശങ്ങൾ ഉണ്ടല്ലോ, ആ അവകാശങ്ങളെങ്കിലും അവിടെ നടപ്പാവണ്ടേ? സാധാരണഗതിയിലുള്ള എങ്ങനെയാണ് ഒരു ബസ്സിൽ മിനിമം എത്ര ലോഡേ പാടുള്ളൂ, അത്ര കയറ്റിയിട്ട് മാത്രമേ പോകാവൂ എന്ന് പറയാനും അതിനപ്പുറം വേണ്ടത്ര ബസ്സുകൾ ഇടാനും എന്തുകൊണ്ട് സംവിധാനം ചെയ്യുന്നില്ല? അത് ഭരണകൂടം വിചാരിച്ചാൽ നടക്കില്ല. ഈ സ്പോട്ട് ബുക്കിങ്ങും മറ്റേ ബുക്കിങ്ങും ഒക്കെ ഇത്ര എന്ന് പറയുമ്പോൾ ഒരു കണക്കുണ്ടല്ലോ, അതിനനുസരിച്ച് അവിടെ എത്തിക്കാൻ എത്ര ബസ് സംവിധാനം വേണം, ഇത്തരം കാര്യങ്ങളെ പറ്റി ചിന്ത ചെയ്യും. ഇപ്പൊ പമ്പയിൽ 1500 ചെറിയ വണ്ടികൾക്ക് പാർക്കിംഗ് അനുവദിക്കും എന്ന് ഇന്ന് നമ്മൾ കാണുന്നു. അനുവദിക്കുമെങ്കിൽ വളരെ നല്ലത്. അവിടെ നമ്മൾ പറയുന്നത് എപ്പോൾ അങ്ങോട്ട് കടത്തിവിടണമെന്ന് നിശ്ചയിക്കാനുള്ള അധികാരം പോലീസിനാണത്രേ. അപ്പൊ വേണമെങ്കിൽ KSRTCയുടെ വരുമാനം നോക്കിക്കൊണ്ട് വരുമാനം കുറവാണ് എന്ന് കണ്ടാൽ അവിടെ തിരക്കാണ്, വണ്ടികൾ ഇവിടെ തന്നെ ഇട്ടിട്ട് പോകണം എന്ന് പറഞ്ഞാൽ KSRTC കയറ്റി വിടാം. ഇത് തീരുമാനിക്കാനുള്ള അധികാരം പോലീസിനോ അല്ലെങ്കിൽ മറ്റു സംവിധാനങ്ങൾക്കാണ് കൊടുത്തത്. പലപ്പോഴും ശബരിമലയിൽ അനാവശ്യമായി തിരക്കുമാണ്, കാരണം അനാവശ്യമായി പല സ്ഥലത്തും അവരെ നിയന്ത്രിച്ച് നിർത്തിയിട്ടാണ് ഇതുപോലെ ടെൻഷൻ ഉണ്ടാക്കി തിരക്കുണ്ടാക്കുന്നത്. കാരണം അതിനെപ്പറ്റി ക്രൗഡ് മാനേജിനെ പറ്റി ഒരു ധാരണയുള്ളവരല്ല നിൽക്കുന്നത്, ഒരു പരിചയമുള്ളവരല്ല നിൽക്കുന്നത്. ഓരോ സ്റ്റേഷനിൽ നിന്നും കുറച്ച് പോലീസുകാരെ അല്ലെങ്കിൽ ഒന്നിച്ച് അങ്ങോട്ട് ഈ പറഞ്ഞ പോലെ വ്രതം നോക്കണ്ട, അവർക്ക് അതിനുള്ള കഴിവുണ്ടോ എന്ന് പോലും നോക്കാതെ കുറെ പേരെ അങ്ങോട്ട് തട്ടിവിടുക, അതിന് വേണ്ടുന്ന പരിശീലനം കൊടുക്കുകയോ അതിന് നേതൃത്വം കൊടുക്കാനോ ഒന്നുമില്ല. പോലീസുകാർ അവര് ഭക്തരല്ല, ഹാർഷായി പെരുമാറുന്നത് കാരണം അവര് ഭക്തരല്ല, അവരിതിനെ ഈ ഭക്തരെ എങ്ങനെ കൈകാര്യം ചെയ്യണം എന്ന അറിവ് കിട്ടുന്നവരല്ല. അവർക്ക് അതിനു വേണ്ടുന്ന ഒരു മിനിമം പരിശീലനമെങ്കിലും കൊടുത്തിട്ട് കൊണ്ടുവരണ്ടേ? കാരണം ഇത്രയധികം ആളുകളെ കൈകാര്യം ചെയ്യേണ്ടി വരുമ്പോൾ മിനിമം ഒരു കുറച്ച് ദിവസത്തെ പരിശീലനമെങ്കിലും ഈ പോലീസുകാർക്ക് കൊടുത്തുകൊണ്ട് വേണ്ടി ക്രൗഡ് മാനേജ്മെന്റിന് അവിടെ വരാൻ. അയ്യപ്പ ഭക്തരോട് എങ്ങനെ പെരുമാറണം എന്നൊന്നറിയാം. പലപ്പോഴും പോലീസുകാരുടെ ഭാഗത്തു നിന്നുള്ള പെരുമാറ്റം പ്രശ്നം കൂടുതൽ വഷളാക്കുന്നുണ്ട്. അപ്പൊ ഇതൊക്കെ മുൻകൂട്ടി കണ്ടുകൊണ്ട് പ്രശ്നരഹിതമായ ഒരു തീർത്ഥാടന കാലം ഉണ്ടാക്കണം എന്ന് അത് കൈകാര്യം ചെയ്യുന്നവർക്ക് ഒരിക്കലും മോഹമില്ല. ഹൈന്ദവ സംഘടനകളും ഭക്തജന സംഘടനകളും ഇതിനെപ്പറ്റി മാസങ്ങൾക്ക് മുമ്പേ ആദ്യം വേവലാതിയും തുടങ്ങുമ്പോഴും ഇതൊക്കെ കൈകാര്യം ചെയ്യേണ്ടവർക്ക് മണ്ഡലക്കാലം അല്ലെങ്കിൽ സംക്രമണം എത്തിയാൽ പോലും അവരെ സംബന്ധിച്ച് യാതൊരു ആദ്യമില്ല. പിന്നെ നമ്മൾ ജനം TV അടക്കം വാർത്ത വരുന്നു, മറ്റേ എരുമേലിയിൽ 250ഓളം ടോയ്ലറ്റുകൾ ലേലത്തിൽ പോക്കാണ് പ്രധാനം. അവർക്ക് ലാഭം ഉണ്ടാക്കണം. കാര്യം അയ്യപ്പ മൂത്രം ഒഴിച്ചാൽ അവർക്ക് ലാഭം ഉണ്ടാകണം.
അതെ. അയ്യപ്പ മൂത്രം ഒഴിക്കുന്നതിനും കുഴപ്പമില്ല. അഥവാ മൂത്രം ഒഴിക്കുകയാണെങ്കിൽ അത് ദേവസ്വം ബോർഡിന് ലാഭം ഉണ്ടാകത്തക്ക വിധത്തിലെ കാര്യങ്ങൾ നടക്കാവൂ. കാരണം അതാണല്ലോ ഈ ലേലത്തിലൊക്കെ കാണിക്കുന്നത്. ഇത്രയും അയ്യപ്പ ഭക്തർക്ക് വേണ്ടുന്ന വിധത്തിലുള്ള സംവിധാനം നമ്മൾ പറയാം, മറ്റേ ഈ ശുചീകരണം, ഇതൊക്കെ സർക്കാരിന്റെ ബാധ്യതയാണല്ലോ. അപ്പൊ ആ നിലയ്ക്ക് എന്തുകൊണ്ട് പണ്ടൊരിക്കൽ വലിയ വിവാദമുണ്ട്. ഗുരുവായൂര് അവിടെ മറ്റേ ഓട സംവിധാനം ഇതൊക്കെ ഒരുക്കാനും അവിടുത്തെ ശുചീകരണത്തിന് എന്ന് പറഞ്ഞിട്ട് ഗുരുവായൂർ അമ്പലത്തിൽ നിന്ന് കോടിക്കണക്കിന് രൂപ വകമാറ്റാനൊരു ശ്രമം നടന്നു. അപ്പൊ ഗുരുവായൂർ പരിസരത്ത് ഓടയും അതുപോലുള്ള കാര്യങ്ങളൊക്കെ നടത്താനുള്ള ബാധ്യത, അല്ലെങ്കിൽ അത് സർക്കാരിന് ഏറ്റെടുക്കാൻ വയ്യാതെ അമ്പലത്തിന് പൈസ എടുത്ത് ചെയ്യുന്നു. അപ്പൊ ഒരിടത്ത് ഇപ്പൊ സാധാരണ ഒരു പുറത്താണെങ്കിൽ ഇതൊക്കെ സർക്കാർ ചെയ്യേണ്ടതല്ലേ, ശുചീകരണ സംവിധാനങ്ങളൊക്കെ. അപ്പൊ ആ ഒരു സൗകര്യം പോലും അവർക്കൊന്നും കിട്ടുന്നില്ല. ഈ അയ്യപ്പ ഭക്തർക്ക് എല്ലാം കൊടുക്കുന്നു എന്ന് പറയുന്നവർ മിനിമം മൂത്രപ്പരിയെങ്കിലും അവർക്ക് മൂത്രമൊഴിക്കാൻ പോലും പൈസ കൊടുക്കാതെ മൂത്രമൊഴിക്കാനുള്ള ഒരു സംവിധാനം. അതായത് പൈസ കൊടുക്കണോണ്ടുള്ള ബുദ്ധിമുട്ടല്ല, മറിച്ച് ഈ പറഞ്ഞ മാതിരിയാണ്. അത് ലേലത്തിൽ പോകുന്നില്ല എന്ന് പറഞ്ഞാൽ അതിൽ നിന്ന് ലാഭം മാത്രമാണ് അവർ കരുതുന്നത്. അതിനു മുൻപ് ഇപ്പൊ എരുമേലിയിൽ നമ്മൾ ഒരു വിഷയം ഹിന്ദു ഐക്യവേദിയൊക്കെ കൈകാര്യം ചെയ്തതാണ്. അതായത് അവിടെ ജമാഅത്ത് കമ്മിറ്റിയാണ് തീരുമാനിക്കുന്നത് വില നിലവാരം ഏകീകരിക്കണോ വേണ്ടയോ എന്നുള്ളത്. അയ്യപ്പ ഭക്തർക്ക് അവിടെ മനസ്സിലാക്കിയത് 1.5 രൂപയ്ക്ക് അവർക്ക് കിട്ടുന്ന ഈ ശരക്കോലൊക്കെ 50 രൂപയ്ക്ക് കൊടുക്കണമെന്നാണ് അത്ര. മിനിമം 50 രൂപയ്ക്കെങ്കിലും കൊടുക്കണം. അപ്പൊ വില നിലവാരം ഏകീകരിക്കാൻ സമ്മതിക്കില്ല. ഇത് തീരുമാനിക്കുന്നത് ആരാണ്? ജമാഅത്ത് കമ്മിറ്റിയാണ്. അപ്പൊ ഈ വ്യാപാരികളുടെ അവരുടെ ബിസിനസ് താല്പര്യങ്ങളുടെ ഇരയായി മാറുകയാണ് അയ്യപ്പ ഭക്തർ. തൊട്ടുന്നതിലെല്ലാം ലാഭമാണ് വേണ്ടത്. മിനിമം വേണ്ടുന്ന കാര്യങ്ങളെങ്കിലും ഇതുപോലെ ബിസിനസ്സായി കാണാതെ അത് ഒരു സേവനം എന്ന നിലയിൽ അത് ഒന്നുകിൽ ദേവസ്വം ബോർഡ് ചെയ്യുക, അതല്ലെങ്കിൽ അതിന് സന്നദ്ധമായി വരുന്ന അയ്യപ്പ ഭക്തരെയോ ഭക്തജന സംഘടനകളെയോ അനുവദിക്കുക. അതിൽ നിന്ന് ലാഭം കൊയ്യാൻ ആരെയും അനുവദിക്കുക. ആ ലാഭം കൊയ്യുമ്പോഴാണ് ഇതുപോലുള്ള പ്രശ്നങ്ങളൊക്കെ ഉണ്ടാവുന്നത്. അപ്പോ ഇത് ഒഴിവാക്കണമെന്നുണ്ടെങ്കിൽ അയ്യപ്പ ഭക്തരോട് ഏതെങ്കിലും വിധത്തിൽ താല്പര്യമുള്ളവരായിരിക്കണം ഇതുപോലുള്ള കാര്യങ്ങളൊക്കെ ചെയ്യേണ്ടത്. 2018 നമ്മൾ കണ്ടതാണ് എങ്ങനെയൊക്കെ അയ്യപ്പ ഭക്തരെ പീഡിപ്പിക്കാം, എങ്ങനെയൊക്കെ ആചാരങ്ങൾ ലംഘിക്കാം, എങ്ങനെ അതിന്റെ പവിത്രത നശിപ്പിക്കാം എന്നതിൽ ഗവേഷണം നടത്തുന്നവരും അതിനുവേണ്ടി അത്യധ്വാനം ചെയ്യുന്നവരുമാണ്. അവരിൽ നിന്ന് നമുക്ക് ഒരിക്കലും നീതി പ്രതീക്ഷിക്കാൻ സാധിക്കില്ല. ഓക്കെ, വിദ്യാസാഗർ, എനിക്ക് തോന്നുന്നത് ഇക്കുറിയും തിരക്ക് തന്നെയായിരിക്കും വലിയ ഒരു പ്രശ്നമായിട്ട് മാറാൻ പോകുന്നത്. മാത്രമല്ല, ഇപ്പം ആധാർ കാർഡ് നിർബന്ധമാക്കിയിരിക്കുകയാണ്. എന്തിനാണെന്ന് അറിയില്ല. ആധാർ കാർഡിൻ്റെ കോപ്പിയുമായിട്ട് അങ്ങോട്ട് പോകാൻ പാടുള്ളൂ എന്നാണ് പറഞ്ഞിരിക്കുന്നത്. അപ്പോൾ ഇതൊക്കെ പരിശോധിക്കുമോ അതോ വെറുതെ ഒരു അലങ്കാരത്തിന് പറഞ്ഞു വെക്കുന്നതാണോ? മാത്രമല്ല, സ്പോട്ട് ബുക്കിംഗ് അതും വലിയ പ്രശ്നമാകാൻ സാധ്യതയുണ്ട്. കാരണം ഒരു അയ്യപ്പ ഭക്തന് ഏറ്റവും ചുരുങ്ങിയത് ഒരു 5 മിനിറ്റെങ്കിലും അല്ലേ ചിലവാക്കേണ്ടി വരില്ലേ ഇതിനു വേണ്ടി? ഇപ്പോൾ നോക്കൂ, തിരക്ക് എന്തായാലും ഉണ്ടാവും, അത് വർദ്ധിക്കുകയുള്ളൂ. അത് നിയന്ത്രിക്കാനുള്ള സൗകര്യങ്ങൾ പോലീസിൻ്റെ ഭാഗത്തുനിന്ന് ഒരുക്കുക. ഐ ഡോണ്ട് തിങ്ക്, എനിക്ക് തോന്നുന്നില്ല അത് സാധ്യമാവുമെന്ന്. അതായത് ഫീസിബിൾ അല്ലാത്ത ഐഡിയകൾ പറഞ്ഞു കൊടുക്കുന്ന കുറെ മണ്ടന്മാര് ഈ സർക്കാരിന്റെ ചുറ്റുമുണ്ട്. ആധാർ കാർഡ് പരിശോധിക്കാൻ തന്നെ ഒരാൾക്ക് 1/2 മിനിറ്റ് വെച്ചെടുത്താൽ പോലും എത്ര മണിക്കൂർ പോകുന്നറിയാം. പിന്നെ ഇതൊക്കെ വെറുതെ അനാവശ്യമായി തിക്കും തിരക്കും ഉണ്ടാക്കാൻ വേണ്ടിയിട്ടാണ്. ഞാനിതിൽ നമ്മളെ കാണാത്ത മറ്റൊരു വശം പറയാം. അതായത് ശബരിമലയിൽ എന്തുകൊണ്ട്, ഞാൻ കുറെ കാലമായിട്ട് ഇത് വിചാരിക്കുന്നു, എന്തുകൊണ്ട് ഇത്രയൊക്കെ ദുരനുഭവങ്ങൾ ഉണ്ടായിട്ടും ശബരിമലയിൽ മാത്രം വേണ്ടത്ര സൗകര്യങ്ങൾ ഒരുക്കാൻ സർക്കാർ തയ്യാറാവുന്നില്ല എന്ന് ചിന്തിച്ചപ്പോൾ എനിക്ക് മനസ്സിലായ കാര്യം, അനിൽജി നോക്കിക്കോളൂ, വരും വർഷത്തിലോ അല്ലെങ്കിൽ 2 വർഷത്തിനുള്ളിൽ പല വലിയ വമ്പൻ ആഗോള മുതലാളിമാരും ശബരിമലയ്ക്ക് ഓഫറുമായിട്ട് വരും. ഏതായാലും ഇവിടെ തിരക്ക് നിയന്ത്രിക്കാൻ പറ്റുന്നില്ല, സംവിധാനം തകരാറിലാണ്, വേണ്ടത്ര മൂത്രപ്പുരയില്ല. ഇപ്പൊ ഗാന്ധി ഭവനിലൊക്കെ ബിൽഡിംഗ് കെട്ടിക്കൊടുത്ത മുതലാളിമാരുണ്ടല്ലോ, അവർ രംഗത്ത് വരും. അല്ലെങ്കിൽ സർക്കാർ അത്തരത്തിലൊരു ഓപ്പൺ പോൾ കൊടുക്കും. ആരാണോ ഇത്, കാരണം അവർ ഓൾറെഡി ഉണ്ടാക്കിയെടുത്തിരിക്കുന്ന ഭാഷ്യം ശബരിമല ഒരു മതേതര ക്ഷേത്രമാണെന്നാണ്. അപ്പൊ അടുത്ത് എന്താ വരാൻ പോകുന്നത്? ഡോണേഴ്സ് രംഗത്ത് വരും, വലിയ വലിയ ഡോണേഴ്സ്. അതായത് കൈവരി കെട്ടിക്കൊടുക്കാനും മികച്ച 5 സ്റ്റാർ സൗകര്യങ്ങൾ ഒരുക്കി കൊടുക്കാനും വലിയ ഡോണേഴ്സിനെ ഇതേ സർക്കാർ വിളിച്ചു വരുത്തും. നിങ്ങൾ നോക്കിക്കോളൂ, ഞാൻ ഈ പറയുന്ന വാക്ക് ഒരു ഭവിഷ്യവാണിയാണ്. അത് വിളിച്ചുകൊണ്ടുവരും. എന്നിട്ട് എന്ത് സംഭവിക്കും? അപ്പൊ അവർക്ക് ശബരിമലയുടെ ആഭ്യന്തര കാര്യങ്ങളിൽ ഒരു സേ ഉണ്ടാക്കി കൊടുക്കും വിധം ഒരു സമ്പൂർണ്ണ മതേതര ടൂറിസം കേന്ദ്രമാക്കി ശബരിമലയെ മാറ്റാൻ വേണ്ടി തന്നെയാണ് മനഃപൂർവ്വം ഇത്രയും സമർത്ഥരായ ഉദ്യോഗസ്ഥരുണ്ടായിട്ട് പോലും ഈ കണ്ട വർഷങ്ങൾ മുഴുവൻ ഈ കൊടിയ പാപം അയ്യപ്പന്മാരോട് ചെയ്യുന്നത്. ഇപ്പോ കൃപാസനം എന്ന് പറയുന്ന അത്ഭുത വിദ്യകൾ കാണിക്കുന്ന സ്ഥലത്തേക്ക് KSRTC ഫ്രീ ആയി ഓടിച്ചുകൊണ്ടിരിക്കുകയാണ്. ഹജ്ജിന് പോകുമ്പോൾ 30% കിഴിവാണ് KSRTCയിൽ. ശബരിമലയിൽ ഓരോ സീസണിലും 4 ഇരട്ടി 5 ഇരട്ടി പൈസ വർദ്ധിപ്പിക്കുകയാണ്. ബസ്സുകൾ കുറവുമാണ്. കുത്തിത്തിരുക്കി കൊണ്ടുവന്ന് കണ്ടാൽ തോന്നും കൊല്ലാൻ കൊണ്ടുപോകാൻ തോന്നും. കോൺസെൻട്രേഷൻ ക്യാമ്പാണ്, മൊബൈൽ കോൺസെൻട്രേഷൻ ക്യാമ്പ് പോലെയാണ് ഓരോ ബസ്സും നീങ്ങുന്നത്.
സ്വന്തം വാഹനങ്ങൾ അവിടെ വരാൻ പാടില്ല, ദൂരെ ദൂരെ പാർക്ക് ചെയ്തോളണം. അപ്പൊ സത്യം പറഞ്ഞാൽ ഇവിടെയുള്ള സംഘടനകൾ കുറെ കൂടെ ശേമുഷി കാണിച്ചാൽ ധൈര്യമായിട്ട് ഉല്ലംഘിച്ചുകൊണ്ട് നമ്മൾ ബസ്സുകൾ ഇറക്കി നിലയ്ക്കൽ നിന്ന് ഞങ്ങൾ ഓടിക്കും, ഒരു സംഘർഷം ഉണ്ടായാൽ പോലും ചെയ്യുമെന്ന് പറഞ്ഞാൽ അല്ലെങ്കിൽ നടത്താൻ തയ്യാറായാൽ സർക്കാർ തീർച്ചയായിട്ടും ജനങ്ങൾ ഈ സംഘടനകൾ കൂടെ നിൽക്കുമല്ലോ. കാരണം ഭക്തന്മാർക്ക് വേണ്ടിയാണ്. ഏറ്റവും ചുരുങ്ങിയത് ആന്ധ്ര, തമിഴ്നാട്, കർണാടകം, കേരളം, ഈ 4 സംസ്ഥാനങ്ങൾ, ഇപ്പൊ 5 സംസ്ഥാനമായില്ലേ, ആന്ധ്ര 2 5 സംസ്ഥാനങ്ങളിലെ ഭക്തജനങ്ങൾ ഈ സംഘടനകളുടെ കൂടെ നിൽക്കും തീർച്ചയായിട്ടും. കാരണം സർക്കാർ അയ്യപ്പന്മാരെ പിഴിയുമ്പോൾ, ഇടിച്ചു പിഴിയുമ്പോൾ ഞങ്ങൾ നടത്തുന്നു. അങ്ങനെയല്ലേ ഗാന്ധിജിയൊക്കെ നടത്തിയത്. ഉപ്പ് പിന്നെ ടാക്സ് വന്ന ഉപ്പ് ഞങ്ങൾ ശേഖരിക്കും. ആ രീതി ചെയ്താൽ മതി. അല്ലാതെ പ്രസ്താവന നമ്മൾ ഉറക്കെ പറഞ്ഞിട്ട് കാര്യമില്ല. ഉദാഹരണത്തിന് ഓഗസ്റ്റ് മാസം ഓണം കഴിഞ്ഞാൽ, ഓണത്തിന് നട തുറന്ന്, ശബരിമല നട തുറന്നു കഴിഞ്ഞാൽ അടുത്ത ആഴ്ച മുതൽ സന്നദ്ധ സംഘടനകൾക്കും ഹിന്ദു സംഘടനകൾക്കും യോഗം കൂടി നമുക്ക് തീരുമാനിക്കാം എന്തൊക്കെ മാറ്റം അവിടെ വരുത്തണം. കളക്ടറെ കാണാനും ഉദ്യോഗസ്ഥരെ കാണാനും ദേവസ്വം ബോർഡിനെ കാണാനും നമ്മൾ പടിയായിട്ടൊരു ക്രമ പദ്ധതി ഉണ്ടാക്കിയെടുത്താൽ തീർച്ചയായിട്ടും സർക്കാരിന് കീഴടങ്ങേണ്ടി വരും. നമ്മളിത് ചെയ്യാതിരുന്നാൽ എന്ത് സംഭവിക്കുന്നു വെച്ചാൽ അടുത്ത വർഷം മുതൽ, അല്ലെങ്കിൽ അതിന്റെ അടുത്ത വർഷത്തിനുള്ളിൽ തന്നെ ആഗോള ഭീമന്മാരായിട്ടുള്ള വലിയ മുതലാളികൾ, ഇതര മതസ്ഥർ തന്നെ വന്ന് അവിടെ ഈ പറഞ്ഞ ക്ലെയിം ഉന്നയിക്കും. ആദ്യം ഒരു സൗജന്യം തരും, സൗജന്യ ശൗചാലയം, 5 സ്റ്റാർ ഫെസിലിറ്റി, ഇതൊക്കെ അവർ വരും. അല്ല, ഇരുമേലിയിൽ വിമാനത്താവളം കൂടെ വരുമ്പോ എല്ലാം അല്ല, അതാ ഞാൻ പറഞ്ഞു ഇതൊക്കെ ഒരു ബുദ്ധിയിൽ നിന്ന് വരുന്ന കാര്യങ്ങളാണ്. ശബരിമലയുള്ള അമിതമായ പ്രേമം കൊണ്ടല്ല ഇതൊന്നും ചെയ്യുന്നത്. ഞാൻ എപ്പോഴും പറയുന്ന കാര്യമാണ്, പാരമ്പര്യ ക്ഷേത്രങ്ങൾ, കാനന ക്ഷേത്രങ്ങൾ, കുലദേവതാ ക്ഷേത്രങ്ങൾ, ഇവയൊക്കെ നമ്മുടെ ടൂറിസത്തിന്റെ ഭാഗമാക്കിയാൽ, സ്പിരിച്വൽ ടൂറിസം എന്ന വാക്ക് ഉപയോഗിച്ചാൽ ഏതവനും കയറി ഇൻവെസ്റ്റ് ചെയ്യാം, ഏതവനും അവിടെ എന്തും ചെയ്യാൻ സാധിക്കും. അത്തരത്തിൽ ആഗോള മുതലാളിമാരെ തെളിച്ചുകൊണ്ട് വരുന്ന ഒരു വലിയ പദ്ധതി നടക്കുന്നുണ്ട്. അത് നാം ഭക്തജനങ്ങൾ തിരിച്ചറിഞ്ഞാൽ നമുക്ക് നല്ലതാണ്. കാരണം ശബരിമല ക്ഷേത്രത്തിന് ചുറ്റോട് ചുറ്റും ഒരു ഇടവക പോലും ഉണ്ടാക്കാൻ സാധ്യതയില്ലാത്ത സ്ഥലത്ത് പോലും ക്രിസ്ത്യൻ പള്ളികളും മുസ്ലിം പള്ളികളും മുസ്ലിം വ്യാപാര സ്ഥാപനങ്ങളും കച്ചവടക്കാരിൽ ഇതര മതസ്ഥർ മാത്രമേ ഉള്ളൂ. ഇപ്പൊ നിങ്ങൾ പറയും അയ്യപ്പന് മതമില്ല, ജാതിയില്ല. ഇപ്പോൾ തൽക്കാലം സനാതന ധർമ്മത്തിന്റെ ഭാഗമായ തന്ത്ര സമുച്ചയത്തെ അടിസ്ഥാനപ്പെടുത്തിയുള്ള പൂജയാണ് അവിടെ ഉള്ളത്. ഇപ്പോൾ നിങ്ങൾ പൂർവ്വകാലത്തെയൊക്കെ നിങ്ങൾ ഉന്നയിക്കാം, പക്ഷെ ഇപ്പോൾ അങ്ങനെയല്ല. ഇപ്പോൾ അതൊരു ഹൈന്ദവ ക്ഷേത്രമാണ്. പൂർവ്വകാലത്ത് ബൗദ്ധ ക്ഷേത്രമാണെന്ന് ഞാൻ പറഞ്ഞില്ല. ഞാൻ പറഞ്ഞത് പൂർവ്വകാലത്തെ പൂജാവിധികൾ വ്യത്യസ്തമായിരുന്നു, അത്രമാത്രം. അപ്പോഴും സനാതന ധർമ്മത്തിന്റെ ഭാഗം തന്നെയാണ്. പക്ഷേ ഇവിടെ വരാൻ പോകുന്ന അനിൽജി വലിയ അപകടം നമ്മൾ കാണേണ്ടത്, എന്തുകൊണ്ടായിരിക്കാം കരയുന്ന കുഞ്ഞിന് പാല് കൊടുക്കാതെ അതിന്റെ വായിൽ പിന്നെ മണ്ണ് വാരി ഇട്ടുകൊണ്ടേ ഇരിക്കുന്നത്? കുഞ്ഞിന് പുതിയ വിദഗ്ധങ്ങൾ ഉണ്ടാക്കാൻ വേണ്ടിയിട്ടാണ്, പുതിയ ആളുകളെ വിളിച്ചു വരുത്താൻ വേണ്ടി തന്നെയാണ്. അപ്പൊ ഈ എയർപോർട്ട് വരണം എന്ന് പറയുന്ന ആളുകൾ, അത് എയർപോർട്ടിന് കൂടെ സ്പിരിച്വൽ ടൂറിസം വലുതാണെന്ന് ആഗ്രഹിക്കുന്നവര്, അവര് സനാതന ധർമ്മം ഇത് വെച്ച് കൂടുതൽ കാശ് എങ്ങനെ ഉണ്ടാക്കാം, ഈ കൂടുതൽ കാശ് എങ്ങനെ മാത്രം ചിന്തിക്കുന്ന നമ്മൾ പറയില്ലേ, വെറും കച്ചവടക്കാരാണ്. അപ്പൊ ഈ കച്ചവടക്കാർക്ക് ഒരു മനസ്സേ ഉള്ളൂ, അവർക്ക് ജാതിയോ മതമോ രാഷ്ട്രീയമോ ഭേദമില്ല. ഈ ശബരിമല നന്നാക്കണമെങ്കിൽ ആർക്കും ആവാം. സ്വതന്ത്രമായിട്ട് അവിടെ ചെങ്ങന്നൂർ മുതൽ ശബരിമല വരെ ബസ് സർവീസ് നടത്താം, തീർച്ചയായിട്ടും നടത്താം. ഇപ്പൊ വലിയ മഠങ്ങൾക്ക് സാധിക്കും, വലിയ സംഘടനകൾക്ക് സാധിക്കും, തീർച്ചയായിട്ടും സാധിക്കും. അപ്പൊ അതിന് വേണ്ടത് എന്താണ്? ഓരോ ശബരിമല സീസൺ വരുന്നതിന് മുമ്പും, ഓഗസ്റ്റിൽ നട തുറന്നു കഴിഞ്ഞാൽ, ഓണത്തിന് അല്ലെങ്കിൽ ഓണത്തിന്റെ നടതുറപ്പ് കഴിഞ്ഞാൽ ഉടൻ ആലോചനാ യോഗം കൂടി 5 പടികളായിട്ട് സർക്കാരിനെ കണ്ട് കൃത്യമായ ഡിമാൻഡ്സ് വെക്കുകയും അത് അംഗീകരിക്കാൻ വേണ്ടിയിട്ട് ഇതൊക്കെ, ഇല്ലെങ്കിൽ ജനകീയ പ്രക്ഷോഭം ചെയ്യണം. നാമജപ സമരമല്ല, ജനകീയ പ്രക്ഷോഭം. അതായത് ഇപ്പൊ ഒരു മുസ്ലിം സംഘടനയ്ക്ക് ഹജ്ജിന് സബ്സിഡി കൊടുക്കാതെ അല്ലെങ്കിൽ ഹജ്ജിന് വേണ്ടി ഒരു സൗകര്യം ചെയ്യാതെ ഇരുന്നാൽ മുസ്ലിങ്ങൾ എങ്ങനെ പ്രതികരിക്കുമോ അതുപോലെ ഹിന്ദുക്കൾ പ്രതികരിച്ചാൽ മാത്രമേ ഇവിടെ കരയുന്ന കുഞ്ഞിനെ പാലുള്ളൂ. എന്തുകൊണ്ടാണ് മുസ്ലിങ്ങൾക്ക് പറയുന്നതിന് മുമ്പേ തന്നെ എല്ലാ ഫെസിലിറ്റിയും കേന്ദ്രവും കേരളവും കൊടുക്കാൻ കാരണം എന്താണ്? അത്രയ്ക്ക് ചെറിയ സമൂഹം അല്ല അവർ, വളരെ പ്രബലമായ പ്രതികരിക്കുന്ന സമൂഹമാണ്. അപ്പൊ നമുക്കും പ്രതികരിക്കാൻ കഴിയുമെന്ന് കേരള സർക്കാർ അറിയട്ടെ. ചൂഷണം ചെയ്യുന്ന ബസിന്റെ ഈ പറഞ്ഞ പോലെ പണം കൂട്ടുന്നതിനെതിരെ നമുക്ക് പിന്നെ നാമജപമോ അല്ലെങ്കിൽ പട്ടിണി കിടക്കലോ ഒന്നുമല്ല. നമ്മൾ ചെയ്യേണ്ടത് ശക്തമായ രീതിയിൽ സർക്കാരിന് ഇളക്കം വരുന്ന രീതിയിൽ. ഇപ്പൊ ഞാൻ ചോദിക്കട്ടെ, ഈ 4 സംസ്ഥാനങ്ങളിൽ ജനങ്ങൾ ഇളകി വന്നാൽ എന്തായിരിക്കും സ്ഥിതി? അത്തരത്തിൽ നമുക്ക് യോജിപ്പിച്ച് കൊണ്ടുപോകാൻ കഴിയുന്നുണ്ടോ എന്നുള്ളതാണ് പ്രശ്നം. ഓരോ സീസണിലും നമ്മളൊക്കെ കൂടിയിരുന്ന് ഇങ്ങനെ കരയല്ലാതെ നമുക്ക് ആർക്കും സത്യം പറഞ്ഞ, ഞാൻ അടക്കമുള്ളവർ അതിൽ പ്രതികളാണ്. എന്ന് വെച്ചാൽ എനിക്കും എൻ്റെത് വലിയ സംഘടനയൊന്നുമല്ല, പക്ഷെ എങ്കിലും
നമുക്ക് പറയാനല്ലാതെ മറ്റൊന്നും ചെയ്യാൻ പറ്റുന്നില്ല. അപ്പൊ അതിനെന്ത് വേണം? സ്പിരിച്വൽ ടൂറിസം എന്ന ഈ വ്യാജ വാണിഭ ചിന്ത ഒഴിവാക്കി ശബരിമലയായി ഇരിക്കാൻ വേണ്ടി അതിനനുസരിച്ചിരുന്ന ആചാരങ്ങൾ മാത്രമേ, ആചാര പരമോധർമ്മ എന്നാണ്, ആചാരം പരമമായ ധർമ്മമാണെന്നാണ് മനു പറയുന്നത്. ആ പരമധർമ്മത്തെ മാറ്റി വെച്ചിട്ട് ഒന്നും ചെയ്യാൻ പാടില്ല. ഓരോ ക്ഷേത്രത്തിനും അതിൻ്റെതായ ചിട്ടകളുണ്ട്. ശബരിമല ഒരു കാനന ക്ഷേത്രമാണെന്ന് മറന്നുപോയിട്ട് അവിടെ എയർപോർട്ടും മറ്റു ഫെസിലിറ്റി അല്ല വരേണ്ടത്, അവിടെ അടിസ്ഥാന സൗകര്യ വികസനമാണ് വേണ്ടത്. ഭക്തരിൽ ഒരു വലിയ ശതമാനം, നേരത്തെ സുരേഷ് ബാബു സാറ് പറഞ്ഞതുപോലെ, ത്യാഗത്തോടു കൂടി പോകാൻ ആഗ്രഹിക്കുന്നു. അതിന്റെ അർത്ഥം അവർക്ക് മൂത്രപ്പുര വേണ്ടെന്നോ മലവിസർജനം ചെയ്യാൻ സൗകര്യം വേണ്ടെന്നോ, അല്ലെങ്കിൽ ഒരു അത്യാവശ്യം ഒരു മരുന്ന് ചികിത്സ വേണ്ടി വന്നാൽ അതിനുള്ള സൗകര്യം വേണ്ടെന്നോ, അല്ലെങ്കിൽ പിന്നെ നടപ്പന്തലില് തണൽ വേണ്ടെന്നോ വെള്ളം വേണ്ടെന്നോ അല്ല. അടിസ്ഥാനപരമായി ചെയ്യേണ്ടുന്ന മാനുഷിക പരിഗണന വെച്ച് ചെയ്യേണ്ടതെല്ലാം ചെയ്യണം. ചെയ്തില്ലെങ്കിൽ സർക്കാരിനെ കൊണ്ട് അത് ചെയ്യിപ്പിക്കണം. അതിനുള്ള ശക്തി ഉണ്ടാവണം. അതല്ലേ ഞാനിപ്പോ ഓർക്കുകയാണ് അനിൽജി, ബാൽ താക്കറയോട് ഒരിക്കല് പറഞ്ഞു, എന്തോ ഒരു കാര്യം പറഞ്ഞു, ഇവിടെ ക്രിക്കറ്റ് നടത്തും, വന്നിട്ട് ഇവിടെ ഞങ്ങൾ നടത്തും, ഇല്ലെങ്കിൽ ഇവിടെ ഓരോ ഹിന്ദു സ്ത്രീയും അനുഭവിക്കുന്ന ഒരു മുസ്ലിം നേതാവ് പറഞ്ഞു. ഉടനെ ബാൽ താക്കറെ പറഞ്ഞു, അങ്ങനെ ഒരാൾക്കെങ്കിലും അനുഭവം ഉണ്ടായാൽ ഹജ്ജിന് ഒരൊറ്റ വിമാനം ഇവിടുന്ന് പറന്നു പൊന്തില്ല, അത് ഞങ്ങൾ ഉറപ്പാക്കുന്നു പറഞ്ഞു. അവരത് ആ സംസ്ഥാനത്ത് മാത്രം ഒതുങ്ങി നിൽക്കുന്ന സംഘടനയായിട്ട് പോലും അവരാ ഭീഷണി ഭരിച്ചു. അവർ ചെയ്യും, പറഞ്ഞാൽ ചെയ്യും. അതുകൊണ്ട് ഒരൊറ്റ ഒരുത്തനും പിന്നെ ഒരു ഹിന്ദു സ്ത്രീയെ തൊടാൻ ധൈര്യം കാണിച്ചില്ല, ഒറ്റ ഒരുത്തനും. ആ തരത്തിൽ നമ്മൾ പ്രസ്താവനകളിലെ വടിവത്ത ഭാഷ ഒഴിവാക്കിയിട്ട് നാമം ജപിക്കലും ഏകാദശി വ്രതം നോക്കുകയും ചെയ്യാതെ അതിശക്തമായി സർക്കാരിനോട് പ്രതികരിക്കേണ്ട കാലം കഴിഞ്ഞില്ലേ? എന്റെ ചോദ്യം അതാണ്. കാരണം ഈ സർക്കാർ എനിക്ക് ഇപ്പോഴും ഓർമ്മയുണ്ട്, യതീഷ് ചന്ദ്രയെ ഉപയോഗിച്ചുകൊണ്ട്, ഇപ്പോഴത്തെ മനോജ് എബ്രഹാമിനെ ഉപയോഗിച്ചുകൊണ്ടൊക്കെ നമ്മുടെ സ്ത്രീകളെയല്ലേ പിടിച്ചു വലിച്ചഴിച്ചതും നമ്മുടെ ഭക്തന്മാരല്ലേ അടിച്ചു പറപ്പിച്ചതും. അപ്പൊ ഇത്രയൊക്കെ കിട്ടിയിട്ടും എന്തോ ഒരു ലക്ഷ്യം നോക്കിയിട്ട് നമ്മൾ പറയുമല്ലോ, കാള കുറച്ച് കൂടുതൽ നടക്കട്ടെ, വൃഷണം വീഴുമ്പോൾ തിന്നാൻ ആലോചിച്ച് പുറകെ നടക്കുന്ന കുറുക്കന്മാരെ പോലെയാണ് രാഷ്ട്രീയ കക്ഷികളും സംഘടനകളും പ്രവർത്തിക്കുന്നത്. കുറെ അയ്യപ്പന്മാർ അനുഭവിക്കട്ടെ, അപ്പൊ പഠിച്ചോളുന്ന ഒരു കൂട്ടര്, മറ്റൊരു കൂട്ടർ പറയുന്നത് കുറെ അനുഭവിക്കട്ടെ, അപ്പൊ മുതലാളിമാരെ വിളിച്ചു വരുത്തി സഹായിക്കാം, ആ സഹായത്തിന് ശേഷം ശബരിമലയിൽ എന്തും ചെയ്യാനുള്ള അധികാരം മുതലാളിമാർക്ക് തീർത്തി കൊടുക്കാം എന്ന ചിന്തയിലാണ് നിൽക്കുന്നത്. ഇത് അപകടകരമാണ്, സംശയമില്ല. അതുകൊണ്ട് ഉടൻ തന്നെ ഇപ്പൊ ഞാൻ പറയാം, പമ്പ ഗണപതി ക്ഷേത്രത്തിലേക്ക് പോകുന്ന പടിക്കെട്ടൊക്കെ ഇടിച്ചു പൊളിച്ചിട്ടിരിക്കുകയാണ് അനിൽജി. അതെ ശരിയാ. അവിടേക്ക് കയറി പോകുമ്പോൾ ഇപ്പൊ ഈ മഴയും കൂടി പെയ്ത, അവിടെ നന്നായി മഴ പെയ്യുന്ന പ്രദേശമാണ്. മഴയും കൂടി പെയ്തു കഴിഞ്ഞാൽ പിന്നെ എന്തിന് നമ്മൾ ജീവിച്ചിരിക്കണം? ആലോചിച്ച് നോക്കും. പമ്പയിൽ നേരത്തെ പറഞ്ഞ പോലെ പമ്പ സദ്യക്ക് സൗകര്യമില്ല, ഒരു കുന്തത്തിന് സൗകര്യമില്ല. പമ്പയിലേക്ക് കയറി മലിനജലം ഒഴുക്കുകയാണ്. നമ്മൾ ഇവിടെ ഏകാദശി വ്രതം തുളസി വെള്ളം കുടിച്ചുകൊണ്ടിരുന്നാൽ മതിയോ എന്ന് ചോദിക്കണം. നമ്മളിൽ ക്ഷാത്രവീര്യം ഉണ്ടല്ലോ. അത്തരത്തിലൊരു പ്രക്ഷോഭം ഈ നാട്ടിൽ ഏതെങ്കിലും സംഘടന, എനിക്ക് സംഘടനയില്ല, ഏതെങ്കിലും സംഘടന ഉണ്ടെങ്കിൽ ചെയ്യുവാണെങ്കിൽ അതിനെ മുമ്പിൽ നിൽക്കാൻ ഞാൻ തയ്യാറാണ്. ഞാൻ എന്റെ ഭാഗത്ത് ചെയ്യാവുന്ന, ഹനുമാൻ പറഞ്ഞല്ലോ, അണ്ണാറക്കണ്ണും തന്നാളായോ ഞാൻ ചെയ്യാം. പക്ഷേ ഇതിന്റെ ഈ പോക്ക് എങ്ങോട്ടാണെന്നറിയോ? സ്പിരിച്വൽ ടൂറിസം കൊണ്ടുവരാനുള്ള പോക്കാണ്. ശബരിമലയിൽ പിണറായി ഒന്നും ചെയ്യുന്നില്ല എന്ന് പറഞ്ഞിട്ട് അവസാനം വലിയ വലിയ മുതലാളിമാരെ കൊണ്ടുവന്നിട്ട് അവർക്കടക്കം ക്ഷേത്രത്തിൽ ഒരു സ്റ്റേ ഉണ്ടാക്കി കൊടുക്കുന്ന വിധമുള്ള ഏറ്റവും അപകടകരമായ അയ്യപ്പ ധർമ്മത്തിനെതിരായ കാര്യമാണ് ഇനി നടക്കാൻ പോകുന്നത്. അതുകൊണ്ട് ഇപ്പോൾ തന്നെ നാം പ്രതികരിച്ചില്ലെങ്കിൽ ഈ കരയാൻ തലവാക്കിയിട്ടുണ്ടാവില്ല. ഓക്കെ വിദ്യാസാഗർ, വളരെയധികം നന്ദി ചർച്ചയിൽ പങ്കെടുത്തതിന്. അഡ്വക്കേറ്റ് സുരേഷ് ബാബു, സർക്കാരോ ദേവസ്വം ബോർഡോ ചെയ്യുന്നില്ല, ഹൈന്ദവ സംഘടനകൾ തയ്യാറാണ്, എന്ത് സഹായം വേണമെങ്കിലും അയ്യപ്പ ഭക്തർക്ക് ചെയ്തു കൊടുക്കാൻ അവർ സന്നദ്ധമാണ്. പക്ഷെ എന്തുകൊണ്ടാണ് അവരെ അകറ്റി നിർത്തുന്നത്? ഞാനതിനെക്കുറിച്ച് ഇപ്പോൾ പ്രത്യേകിച്ച് പ്രതികരിക്കാൻ ആഗ്രഹിക്കുന്നില്ല. ഗവൺമെൻറ് ഇക്കാര്യത്തിൽ കോടതിയിൽ പറഞ്ഞിട്ടുള്ള പരാമർശം ഈ ഫ്ലോറിൽ ഇപ്പോഴത്തെ ചർച്ചയിൽ തന്നെയുണ്ട്. അത് ഒരു പ്രധാന ഘടകമായിട്ടാണ് ആരെയെങ്കിലും അകറ്റി നിർത്തുന്നുണ്ടെങ്കിൽ നിർത്തുന്നതിൻ്റെ കാരണമായിട്ടുള്ളത്. എന്താണ് കാരണം എന്നിവിടെ പറഞ്ഞിട്ടുണ്ട്. ഇവിടെ ആരോ ഒരാൾ ചർച്ചയിൽ പങ്കെടുത്തിട്ടുണ്ട്, കോടതിയിൽ ഇങ്ങനെയാണ് ഗവൺമെൻറ് പറഞ്ഞിട്ടുള്ളത് എന്ന്. അതൊരു കീഴ്വഴക്കവും ഇല്ലാത്തതുകൊണ്ട് അതങ്ങനെ നടക്കട്ടെ. ഇവിടെ പൂർണ്ണമായും നടക്കുന്ന ഓരോ കാര്യങ്ങളും നമുക്കൊക്കെ കിട്ടുന്ന വിവരങ്ങളനുസരിച്ച് പമ്പയിൽ നിന്ന് കയറിയാൽ പല ചവിട്ടുന്ന ഘട്ടം മുതൽ മൂത്രമൊഴിക്കാനുള്ള ടോയ്ലറ്റ് സൗകര്യങ്ങൾ ഇടവേളകളിൽ ഉണ്ടെന്നാണ് എൻ്റെ ധാരണ. വെള്ളം കുടിക്കാനും വെള്ളം കഴിക്കാനും ഇടവേളയിൽ താഴത്തെ കഞ്ഞി കഴിക്കാനും ക്ഷീണം തീർക്കാനും ഒക്കെയുള്ള അവസരങ്ങൾ അതിനകത്തുണ്ടെന്നാണ്
എൻ്റെയൊക്കെ ഒരു ജീവിത അനുഭവം, കാരണം ഞാനൊക്കെ ശബരിമല ചവിട്ടിയിട്ടുള്ള ആളാണ്, ശബരിമലയ്ക്ക് മുകളിൽ പോയിട്ടുള്ള ആളാണ്. പിന്നെ ക്യൂ പിന്നെ ഭക്തകോടികളാണ് ഒഴുകിയെത്തുന്നത്. അവർക്ക് ഈ പരിമിതമായ സൗകര്യം മതിയോ? അത് പരിമിതമായ സൗകര്യം പോരാ എന്ന് പറഞ്ഞാൽ ബാക്കിയുള്ള കാര്യങ്ങൾ ഉണ്ടാക്കാനുള്ള പരിമിതമായ സ്ഥലവും ദേവസ്വം ബോർഡിൻ്റെ കയ്യിലും ശബരിമലയിലും ഉള്ളിടങ്ങളിലെല്ലാം സൗകര്യപ്പെടുത്തിയിട്ടുണ്ട്. ഇപ്പോൾ ഒരു പരാമർശം ഞാനിവിടെ നിന്ന് കേട്ടത് എന്താണ്, പമ്പയിൽ ടോയ്ലറ്റ് സൗകര്യം ഏർപ്പെടുത്തിയപ്പോൾ അവിടെ പിന്നെ ദൈവത്തിൻ്റെ പ്രധാനപ്പെട്ട ഒരു പ്രദേശത്തായിപ്പോയി അത് എന്ന് പറഞ്ഞ് ആ ഏർപ്പെടുത്തിയതിനെ ആക്ഷേപിക്കുന്നുണ്ട്. എവിടെ എന്തെങ്കിലും ചെയ്താൽ ചെയ്തതിനെ ആക്ഷേപിക്കുക, ചെയ്യാതിരുന്നാൽ ചെയ്യാതിരുന്നതിനെക്കുറിച്ച് ആക്ഷേപിക്കുക, ഇത് സ്വാഭാവികമാണ്. അതിലൊന്നും ഞാനൊരു പരിഭവം കാണുന്നില്ല. കാരണം എന്ത് സന്ദേശമാണ് ഈ ചർച്ചയിലൂടെ ജനസമൂഹത്തിന് കൊടുക്കേണ്ടത് എന്നതിനെക്കുറിച്ച് വ്യക്തമായ കാഴ്ചപ്പാടും ധാരണയും ശ്രീ അനിൽ നമ്പ്യാർക്കും ചാനലിനുമുണ്ട്. അതനുസരിച്ചിട്ടുള്ള പ്രഖ്യാപനങ്ങളാണ്, അതനുസരിച്ചിട്ടുള്ള സംസാരങ്ങളാണ് അവിടെ നടക്കുന്നത്. അതവർ നടത്തണം. പിന്നീട് ഒരു കാര്യം മാത്രമേ എനിക്ക് അത്തരം കാര്യങ്ങളോട് ഞങ്ങൾക്ക് സതുദ്ദേശം മാത്രമേ ഉള്ളൂ. അതായത് ഈ ലോകമെമ്പാടു നിന്നും ശബരിമലയിലെത്തുന്ന ഭക്തർ ഈ സീസണിൽ, ഈ തീർത്ഥാടന കാലത്ത് അവർ കഷ്ടപ്പെടരുത്, ആ ഒരു ആഗ്രഹം മാത്രമേ ഉള്ളൂ. മാത്രമല്ല, ഒരാൾ പോലും ദർശനം സാധ്യമാകാതെ മാലയഴിച്ച്, കഴിഞ്ഞ സീസണിൽ സംഭവിച്ചാണ്, മാലയഴിച്ച് തിരിച്ചു പോകരുത് എന്നുള്ള ഒരു ആഗ്രഹം മാത്രമേ ഉള്ളൂ, ആ ഒരു പ്രാർത്ഥന മാത്രമേ ഉള്ളൂ. അല്ലാതെ ശബരിമല വെച്ച് എന്തെങ്കിലും മുതലെടുപ്പ് നടത്താനൊന്നും ഞങ്ങൾക്ക് ഒരു താല്പര്യമില്ല. ദയവ് ചെയ്ത് ആ രീതിയിലേക്ക് ഈ ചർച്ചയെ കൊണ്ടുപോയി എത്തിക്കരുത്. താങ്കളെപ്പോലെ പരിണതപ്പച്ചനായ ഒരു നേതാവിൽ നിന്ന് ഞാൻ അതല്ല പ്രതീക്ഷിക്കുന്നത്. ഞാൻ കഴിഞ്ഞോ നമ്പ്യാർ? ഞാൻ പിന്നെ പറയുന്നത്, ഇവിടെ കേട്ട സംസാരത്തിൻ്റെ പശ്ചാത്തലത്തിലാണ് എൻ്റെ ഭാഗത്തു നിന്ന് അത്തരമൊരു സമീപനം ഒരു പ്രതികരണങ്ങൾ ഉണ്ടായിട്ടുള്ളത്. ശ്രീ അനിൽ നമ്പ്യാറിൻ്റെ ആ ഒരു സതുദ്ദേശപരമായ ക്ലാരിഫിക്കേഷനെ പൂർണ്ണാർത്ഥത്തിൽ ഞാൻ സ്വീകരിക്കുകയാണ്. എവിടെയാണ് കുഴപ്പങ്ങളുള്ളത് എന്ന് വെച്ചാൽ അത് പരിഹരിക്കാൻ നമുക്ക് കഴിയണം. കാരണം ഇതിനകത്ത് നമ്മൾ കേട്ടല്ലോ, ഒരു കലാപാഹ്വാനം പോലെ നമ്മുടെ സ്നേഹിതന്മാരിവിടെ പറയുന്നുണ്ട്. ഇവിടെ ഒന്നും നടക്കുന്നില്ലെന്നും പണം തട്ടുകയാണെന്നുമൊക്കെയുള്ള പരാമർശങ്ങൾ പറയുന്നുണ്ട്. ഇവിടെ പിന്നെ പിൽഗ്രിം ടൂറിസത്തിൻ്റെ ഭാഗമാക്കി മാറ്റി അത് കൊണ്ടുവന്ന് കുത്തക മുതലാളിമാർക്ക് കൈവശപ്പെടുത്തുവാനുള്ളതാണ് എന്ന് പറയുന്നുണ്ട്. ഇതെന്തെങ്കിലും ഒന്ന് ഈ ശബരിമല ക്ഷേത്രത്തെ സംബന്ധിച്ചിടത്തോളം കേരളത്തിൽ നടക്കുമോ? നടത്താൻ ആരെങ്കിലും അനുവദിക്കുമോ? നടത്താൻ ആരെങ്കിലും തയ്യാറാകുമോ? ആ ഒരു വസ്തുതയെക്കുറിച്ച് മനസ്സിലാക്കുവാൻ കഴിയാതെ ആർക്കെങ്കിലും പോകുന്നുണ്ടെങ്കിൽ എനിക്ക് അവരോട് സഹതപിക്കാൻ മാത്രമേ ഈ കാര്യത്തിൽ കഴിയുകയുള്ളൂ. പിന്നീട് ഇപ്പോൾ പറയുന്നത് കേൾക്കാൻ വിചാരിക്കും ശബരിമല സീസൺ തുടങ്ങിയെന്ന്. നാളെയോ മറ്റന്നാളോ ഒക്കെ തുടങ്ങുന്നേ ഉള്ളൂ. ഇപ്പം തന്നെ യുക്തയായ സ്ത്രീകളെയൊക്കെ ശബരിമല അയ്യപ്പ ഭക്തന്മാരുടെ കൂടെ കയറ്റി മറ്റന്നാളേ ഉള്ളൂ. ഇന്നിപ്പോ കയറ്റി എന്നൊക്കെയുള്ള നിലക്കാണല്ലോ പറയുന്നത്. അല്ല, കഴിഞ്ഞ സീസണിൽ റെയിൽവേ സ്റ്റേഷനിൽ പമ്പയിൽ നിന്നും വണ്ടികളിൽ ഞാൻ അങ്ങനത്തെ അങ്ങയോട് തർക്കിക്കാനില്ല. ഞാൻ ഇക്കാര്യത്തിൽ ഇല്ല. നമ്മൾ ഇതിനകത്തെ പോസിറ്റീവായി കാണാൻ തയ്യാറുണ്ടെങ്കിൽ, കാരണം ഇതിലൊന്നും താല്പര്യമില്ലാത്ത, ഈ സംവാദത്തിൽ ഒന്നും താല്പര്യമില്ലാത്ത അനേക കോടി ജനങ്ങളാണ് ശബരിമലയിലേക്ക് വരുന്നത്. അവർക്ക് കുടിവെള്ളം കിട്ടണം, അവർക്ക് ശൗചാലയങ്ങളുടെ സൗകര്യങ്ങൾ വേണം. ഒരു നിർദ്ദേശം എനിക്കിവിടെ സ്വീകാര്യമായി തോന്നി, എനിക്കും അത് തോന്നുന്നതാണ്. അവിടെ പിന്നെ ഇത്രയും വരുമാനങ്ങൾ ഉണ്ടാകുന്നൊരു പശ്ചാത്തലത്തിൽ സൗജന്യമായി കുടിവെള്ളവും സൗജന്യമായി ശൗചാലയവും കൊടുക്കാൻ കഴിയുമെങ്കിൽ അത് ഒരു നല്ല കാര്യമാണ് എന്നാണ് എനിക്ക് തോന്നുന്നത്. ദേവസ്വം ബോർഡ് ആ കാര്യം ആലോചിക്കേണ്ടതാണ് എന്നെനിക്ക് അഭിപ്രായമൊക്കെ ഉണ്ട്. പക്ഷെ അതൊക്കെ നടക്കുമോ ഇല്ലയോ എന്നുള്ളത് എനിക്കറിയില്ല. പക്ഷെ ഒരു കാര്യം പറയാം, നമ്മളൊക്കെ ജീവിക്കുന്നിടത്തോളം കാലം ശബരിമല ക്ഷേത്രം അതിൻ്റെ പൂർവകാല പ്രൗഢിയും പൂർവകാല ഭക്തസാന്ദ്രതയോടും കൂടി തന്നെ നിലനിർത്തുന്നതിന് ഒരു വിട്ടുവീഴ്ചയും
ഈ ഭരണകൂടത്തിൻ്റെ ഭാഗത്തു നിന്ന് ഉണ്ടാകാൻ അനുവദിക്കുന്ന പ്രശ്നങ്ങളേയില്ല. അങ്ങനെ അനുവദിക്കാതിരിക്കുക തന്നെയാണ് ഈ കാര്യത്തിൽ ഞങ്ങൾക്കുള്ള സമീപനം. ഒരു വസ്തുത നിങ്ങളെല്ലാവരും എടുക്കണം. ഈ കാലഘട്ടങ്ങളിൽ പണ്ടുള്ളതിനേക്കാൾ കൂടുതൽ ചെറുപ്പക്കാരും ആളുകളും ഭക്തിമാർഗം സ്വീകരിച്ചു കൊണ്ടിരിക്കുന്ന ഒരു കാലഘട്ടമാണ്. സ്വാഭാവികമായും അതിൻ്റെ പരിണാമം എന്താണ്? ക്ഷേത്ര ദർശനങ്ങളിൽ ഇതുപോലെയുള്ള ജനങ്ങളുടെ വരവ് കൂടുകയാണ്. ജനങ്ങളുടെ വരവ് വർദ്ധിക്കുന്നത് ഭക്തി സാന്ദ്രമായ ഒരു സമൂഹത്തിന്, അത് സമൂഹത്തിൻ്റെ ഒരു പ്രത്യേകതയായിട്ടാണ് ഇപ്പം ഞാൻ കാണുന്നത്. കാരണം സമൂഹം എല്ലാം കൊണ്ടും പലതുകൊണ്ടും ദുഷിച്ചിരിക്കുന്നു എന്ന് നമ്മൾ കാണുന്നില്ലേ? നമ്മൾ ഈ ലോകത്ത് കാണുന്നില്ലേ? ഏതൊക്കെ ഭാഗത്ത്, നമ്മുടെ ഈ ഏഷ്യ പസഫിക്കിൻ്റെ ഭാഗത്ത് ഇപ്പോൾ തൽക്കാലം യുദ്ധമില്ല എന്നൊഴിച്ചാൽ ബാക്കി പലയിടങ്ങളിലും യുദ്ധമല്ലേ, അങ്ങോട്ടും ഇങ്ങോട്ടുമുള്ള യുദ്ധമല്ലേ? അതിൽ ഇനി ഒരു സാന്ത്വനം നമുക്കാർക്കെങ്കിലും ലഭിക്കണമെങ്കിൽ, ജനങ്ങൾക്ക് ലഭിക്കണമെങ്കിൽ അതിൽ ദൈവഭക്തിയെ ഇനി നമുക്ക് ആശ്രയിക്കാൻ കഴിയുകയുള്ളൂ. അതുകൊണ്ട് ആ ദൈവഭക്തിക്ക് ആധാരമായിട്ടുള്ള വസ്തുതകൾ ഏത് കമ്മ്യൂണിസ്റ്റുകാരനായാലും ഏത് മറ്റേതെങ്കിലും രാഷ്ട്രീയ ചിന്തക്കാരനായാലും അവർക്ക് ഇതിൽ നിന്നും വ്യത്യസ്തമായൊരു സമീപനം സ്വീകരിക്കാൻ കഴിയില്ല. വ്യത്യസ്തമായൊരു സമീപനം സ്വീകരിക്കുവാൻ അത്തരം ആരെങ്കിലും ശ്രമിക്കുന്നുണ്ടെങ്കിൽ അതിനെ അനുവദിക്കുകയുമില്ല എന്ന് പറയാൻ നമുക്ക് കഴിയണം. അതല്ലാതെ, ഞാനതിൻ്റെ കൂടെ ഉണ്ട്, അതല്ലാതെ അതിനോട് നമ്മൾ ഏത് രൂപത്തിൽ പ്രതികരിക്കണം എന്നതിനെക്കുറിച്ച് ഇവിടെ മറ്റ് ബഹുമാനപ്പെട്ട വ്യക്തികൾ സൂചിപ്പിച്ച മാർഗത്തോട് എനിക്ക് യോജിക്കാൻ കഴിയില്ല. പക്ഷേ പരിഹാരമുണ്ടാകണം എന്ന് തന്നെയാണ് എൻ്റെ അഭിപ്രായം. യെസ്, ശ്രീ രാജശേഖരൻ, ഇടതുമുന്നണി സർക്കാർ പ്രതിജ്ഞാബദ്ധമാണ്, പ്രത്യേകിച്ച് ഭക്തരോട്. ഇപ്പോൾ PM സുരേഷ് ബാബു, അദ്ദേഹം വളരെ പോസിറ്റീവായി ചിന്തിക്കുന്ന ഒരു രാഷ്ട്രീയ നേതാവാണ്. അതുപോലെയല്ല മറ്റുള്ളവർ, പ്രത്യേകിച്ച് CPM-ലുള്ളവർ. അത് അദ്ദേഹത്തിന് നന്നായിട്ട് അറിയാം. അപ്പോൾ എല്ലാം സുഗമമായിട്ട് സാധ്യമാവുകയാണെങ്കിൽ പിന്നെ ഇങ്ങനെ ഒരു ചർച്ചയുടെ ആവശ്യം പോലും ഇല്ലല്ലോ. മറുപടി പറഞ്ഞോട്ടെ അനിൽ നമ്പ്യാർ? പറഞ്ഞോളൂ. ബഹുമാന്യനായ അഡ്വക്കേറ്റ് സുരേഷ് ബാബു ഈ പറയുന്നതില് അരയണയുടെ ആത്മാർത്ഥതയില്ല എന്നുള്ളതാണ് എൻ്റെ അനുഭവം. കാരണം ശബരിമല വിഷയം എനിക്ക് തോന്നുന്നു ഈ ഫ്ലോറിൽ തന്നെയാണെന്ന് തോന്നുന്നു, ജനൻ TV തന്നെ വളരെ നേരത്തെ തന്നെ ഒരു ചർച്ചയ്ക്കിടയിൽ അദ്ദേഹം സൂചിപ്പിക്കുകയുണ്ടായി. അതായത് ഇപ്പോഴത്തെ തിരുവിതാംകൂർ ദേവസ്വം ബോർഡിന്റെ പ്രസിഡന്റ് ബഹുമാന്യനായ അഡ്വക്കേറ്റ് പ്രശാന്ത് അദ്ദേഹത്തിന്റെ ഏറ്റവും ഉറ്റ ചങ്ങാതിയാണ്. നിങ്ങൾക്ക് ആർക്ക് വേണമെങ്കിലും ഏതെങ്കിലും നിർദ്ദേശങ്ങളുണ്ടെങ്കിൽ ഞാൻ ആ നിർദ്ദേശങ്ങൾ അദ്ദേഹത്തിന്റെ ശ്രദ്ധയിൽപ്പെടുത്താം, അതിന് വേണ്ട കാര്യങ്ങൾ ഞാൻ അദ്ദേഹത്തെ പ്രേരണ ചെലുത്താം എന്നൊക്കെ പറഞ്ഞിരുന്നു. അദ്ദേഹത്തിന്റെ അന്നത്തെ ആ ചർച്ചയിൽ തന്നെ നിരവധി ആളുകൾ നിരവധി നിർദ്ദേശങ്ങൾ മുമ്പോട്ട് വെച്ചിരുന്നു. അതൊന്നും തന്നെ ബഹുമാനപ്പെട്ട ദേവസ്വം ബോർഡ് പ്രസിഡന്റിന്റെ അടുത്ത് പറഞ്ഞതായിട്ട് ഞാൻ അദ്ദേഹത്തോട് ചോദിച്ചിരുന്നു. അദ്ദേഹത്തെ കാണുന്നത് ഇങ്ങനെ ഒരു ചർച്ചയിൽ നിങ്ങളുടെ ഏറ്റവും പ്രിയങ്കരനായ സുഹൃത്ത് അഡ്വക്കേറ്റ് സുരേഷ് ബാബു ഇങ്ങനെ പറഞ്ഞിട്ടല്ല, എന്നോട് ആ വിഷയത്തെ പറ്റി ഒന്നും ചർച്ച ചെയ്തിട്ടില്ല എന്നാണ്. പിന്നെ അദ്ദേഹം ഞാൻ പറഞ്ഞതിനെ സംബന്ധിച്ച് രണ്ട് കാര്യങ്ങൾ പറഞ്ഞു. ഒന്നുകൂടി ഒരു ക്ലാരിറ്റി വേണം. ബഹുമാനപ്പെട്ട സുരേഷ് ബാബു സാർ, ഞാൻ അങ്ങയുടെ സർക്കാരും അങ്ങയുടെ ദേവസ്വം ബോർഡും KSRTC ഒക്കെ സുപ്രീം കോടതിയിൽ കൊടുത്ത പരാമർശത്തെയാണ് സൂചിപ്പിച്ചത്. ഒരിക്കലും അയ്യപ്പ ഭക്തന്മാരിൽ നിന്ന് വിശ്വ ഹിന്ദു പരിഷത്ത് അരയണയുടെ പിരിവ് നടത്തത്തില്ല, മുൻകാലങ്ങളിൽ നടത്തിയിട്ടുമില്ല. അങ്ങ് ചെങ്ങന്നൂരിൽ വന്ന് നോക്കണം. ചെങ്ങന്നൂർ നഗരസഭ കഷ്ടിച്ച് 100 അയ്യപ്പന്മാർക്ക് കിടക്കാനുള്ള ഒരു സൗകര്യം വലിയൊരു ബോർഡ് വെച്ചിട്ടുണ്ട്, ഫ്രീ സ്ലീപ്പിംഗ് സെന്റർ. ഇന്ന് 3:30 മണിക്ക് ഞാൻ അവിടെ പോയി കണ്ട ഒരു കാഴ്ചയാണ്. ഫ്രീ സ്ലീപ്പിംഗ്, സൗജന്യമായി ഉറങ്ങാൻ, എന്ന് വെച്ചാൽ ബാക്കിക്കെല്ലാം പൈസ കൊടുക്കണം നഗരസഭയ്ക്ക്. കണ്ടതാണ് ഫ്രീ സ്ലീപ്പിംഗ് സെന്റർ. സുഹൃത്ത്, നിങ്ങൾ ചെങ്ങന്നൂർ വന്ന് നോക്കണം. പണം പിരിച്ചിട്ടല്ല, 7000 സ്ക്വയർ ഫീറ്റില് 52 സെന്റ് സ്ഥലവും കെട്ടിടവും വാങ്ങിച്ച 7000 സ്ഥലത്ത് വിരിപ്പന്തല് തയ്യാറാക്കിയിട്ട് സൗജന്യമായി 24 മണിക്കൂറും ഭക്ഷണവും കുടിവെള്ളവും പ്രാഥമിക ചികിത്സാ സൗകര്യങ്ങളും പ്രാഥമിക കാര്യങ്ങൾ നിറവേറ്റുന്നതിനുള്ള സൗകര്യം, കെട്ടുനിറയ്ക്കുന്നതിനുള്ള സൗകര്യം, ക്ലോക്ക് റൂം സൗകര്യങ്ങള് എല്ലാം കൂടി തയ്യാറാക്കിയിട്ട് വിശ്വ ഹിന്ദു പരിഷത്തിന്റെ ഉടമസ്ഥതയില് അയ്യപ്പ സേവാ കേന്ദ്രം ഈ 2-3 ദിവസത്തിനുള്ളില് ഉദ്ഘാടനം ചെയ്യാൻ പോവുകയാണ്. അവിടെ ചെന്ന് നോക്കിയാൽ അറിയാം. ഞാൻ ആരുടെയും പക്ഷം പിടിക്കില്ല. കേരള സർക്കാർ 5 പൈസയുടെ
ഒരു നടപടിക്രമങ്ങൾ. 50 രൂപയുടെ പെയിന്റ് അടിക്കായിരുന്നല്ലോ അവിടെ. 50 രൂപയുടെ പെയിന്റ് വാങ്ങിച്ച് അവിടെ ഒരു സൂചനാ ബോർഡുകൾ വെക്കാമായിരുന്നല്ലോ. യാതൊന്നും ചെയ്തിട്ടില്ല. നഗരസഭ ഞാനീ പറഞ്ഞത് സൗജന്യമായി ഉറങ്ങാനുള്ള കേന്ദ്രം മാത്രമാണ്. ഇത് റെയിൽവേ സ്റ്റേഷന്റെ നേരെ മുൻപില് എല്ലാ സൗകര്യങ്ങളും അയ്യപ്പ ഭക്തന്മാർക്ക് ഒരുക്കി കൊടുക്കുന്നു. ഞാൻ പറഞ്ഞത് രണ്ടാമത്തെ കാര്യം എന്താ? താങ്കൾ പറഞ്ഞല്ലോ അവിടെ യാതൊരു കുഴപ്പവും ഇല്ല എന്ന്. ഒരു കാലഘട്ടത്തിൽ ഈ ശബരിമല ക്ഷേത്രത്തിന്റെ എല്ലാ അവകാശങ്ങളും ചെങ്ങന്നൂരിലെ റാന്നിയിലുമുള്ള ഹിന്ദു കുടുംബങ്ങൾക്കായിരുന്നു എങ്കിൽ അവിടുന്ന് എന്തിനാണ് സുഹൃത്തെ ആ കുടുംബങ്ങളുടെ എല്ലാ അധികാരങ്ങള് സർക്കാരും ദേവസ്വം ബോർഡും ഏറ്റെടുത്തിട്ട് ഇന്നും വാവരെന്ന് പറഞ്ഞ്, വാവരുണ്ടോ ഇല്ല, മുസ്ലിങ്ങൾ പറഞ്ഞു ഞങ്ങൾക്ക് വേണ്ടാന്ന് പറഞ്ഞു, ഞങ്ങളുടെ ഇടയിൽ അങ്ങനെ ഒരു സംവിധാനം ഇല്ലെന്ന് പറഞ്ഞു. പക്ഷേ ആ തിരുമുറ്റത്ത് ഭഗവാൻ, കലിയുഗവരതനായ ഭഗവാന്റെ തിരുമുറ്റത്ത് ഖബറിടം തയ്യാറാക്കിയിരുന്നു. 786 ചന്ദ്രക്കലയും ആലേഖനം ചെയ്ത പച്ച പട്ടു വിരിച്ച ഖബറിടം തിരുമുറ്റത്ത് തയ്യാറാക്കിയിരുന്നു. നാം ആലോചിച്ച് നോക്കണം. കീഴ്വായ്പൂരിൽ നിന്നും മാന്നാറിൽ നിന്നുമുള്ള മുസ്ലിം കുടുംബങ്ങളിലെ അവകാശികളെന്ന് അവകാശപ്പെടുന്ന ആളുകൾ അവിടെ യൗവനയുക്തളായ സ്ത്രീകളെ പ്രവേശിപ്പിച്ചിരുന്നു. ശ്രീ കെ ബാബുരാജ് IPS അവിടെ സ്പെഷ്യൽ കമ്മീഷണറായിരുന്ന കാലത്ത് നടന്നതാണ്. അദ്ദേഹം ഇടപെട്ടിട്ടാണ് ഹിന്ദു സംഘടനകളും ഇവരുമൊക്കെ ആയിട്ട് സംസാരിച്ച് ഒരു കോംപ്രമൈസ്, അനുരഞ്ജനം ഉണ്ടാക്കിയിട്ടാണ്. അന്ന് ഞാൻ ആ ചർച്ചയ്ക്ക് പോയ ആളാണ്. ആ ചർച്ചയുടെ തീരുമാനത്തിന്റെ അടിസ്ഥാനത്തിലാണ് ഖബറിടം മാറ്റി ഇന്ന് പീഠവും വാളും അവിടെ സമർപ്പിക്കാൻ തയ്യാറായത്. തുപ്പിയ കുരുമുളക് വിതരണം ചെയ്യില്ല എന്ന് അവർ പറയാനിടയായത്. ആ മുമ്പിൽ വെച്ചിരിക്കുന്ന TDB എന്ന് ആലേഖനം ചെയ്തിരിക്കുന്ന ആ കാണിക്കക്കുറ്റിയിൽ വീഴുന്ന പണം തിരുവിതാംകൂർ ദേവസ്വം ബോർഡിനാണോ പോകുന്നത്? ഈ മുസ്ലിം കുടുംബങ്ങളിലേക്കല്ലേ പോകുന്നത്? എന്തുകൊണ്ട് എല്ലാ അവകാശങ്ങളും ഏറ്റെടുത്തപ്പോ ഈ സർക്കാർ, മതേതരത്വ സർക്കാർ ഇത് മാത്രം അവിടെ നിലനിർത്തി? നാം ആലോചിച്ച് നോക്കേണ്ട വിഷയമാണ്. ഇനി മറ്റൊരു കാര്യം, ആ ശബരിമലയിൽ എത്തുന്ന പൂജാദ്രവ്യങ്ങള്, നിവേദ്യാദി വസ്തുക്കൾ നിർമ്മിക്കുന്നതിന് ആവശ്യമായിട്ടുള്ള ദ്രവ്യങ്ങള്, ഇതിന്റെ ഗുണനിലവാരമോ ശുചിയോ പരിശോധിക്കാനുള്ള എന്തെങ്കിലും സംവിധാനം ഉണ്ടോ അവിടെ? സർക്കാരിന്റെ ലാബറട്ടറിയിൽ പരിശോധിച്ച നിവേദ്യ പ്രസാദത്തിൽ ഉപയോഗിക്കുന്ന ഏലക്കാപ്പൊടി എത്ര അളവ് വരും? ആ ചെറിയ അളവിൽ ഉപയോഗിക്കപ്പെടുന്ന ഏലക്കാപ്പൊടിയിൽ പോലും രാസപരിശോധനയ്ക്ക് ലാബറട്ടറിയിൽ, സർക്കാരിന്റെ ലാബറട്ടറിയാണ് പരിശോധിച്ച 14 ഇനം അതിക്രൂരമായ മാരകമായ കീടനാശിനികൾ ഉപയോഗം കണ്ടെത്തിയില്ലേ? അവിടെ ഉപയോഗിച്ച നിവേദ്യാദി പ്രസാദങ്ങൾ അരവണ ഉണ്ടാക്കുന്നതിന് ഉപയോഗിച്ച ശർക്കര ഹലാൽ ശർക്കരയായിരുന്നില്ലേ? മാധ്യമങ്ങള്, ജനൻ TV അടക്കമുള്ള മാധ്യമങ്ങൾ അതിന്റെ ചിത്രം അടക്കം വെളിയിൽ വിട്ടില്ലേ? എന്ത് നടപടി സ്വീകരിച്ചു നിങ്ങള്? ഇന്ന് എന്തുകൊണ്ട് കോടിക്കണക്കിന് രൂപ വില വരുന്ന അരവണ അവിടെ ശൂന്യമായിട്ട് ഇന്ന് നശിപ്പിക്കാനായിട്ട് കയറ്റിക്കൊണ്ടു പോകുന്ന സ്ഥിതിവിശേഷം എങ്ങനെയുണ്ടായി? അപ്പൊ അവിടെ എന്ത് സൗകര്യമാണ് നിങ്ങൾ ചെയ്തു കൊടുക്കുന്നത്, ഈ സർക്കാർ ചെയ്തു കൊടുക്കുന്നത്? ഇനിയും ശബരിമല ക്ഷേത്രം മതേതരത്വമല്ല, അത് ഹൈന്ദവ ക്ഷേത്രമാണ്. സനാതന ധർമ്മത്തിന്റെ അടിത്തറയിൽ നിന്നും ഉരുത്തിരിഞ്ഞു വരുന്ന ഈശ്വര സങ്കല്പമാണ് കലിയുഗവരതനായ ഭഗവാൻ അയ്യപ്പന്റെ തിരുസന്നിധി. അത് അവിടെ ഒരിക്കലും മതേതരത്വമാവില്ല. അത് ഹിന്ദുവിന്റെ ആരാധനാ കേന്ദ്രമാണ്. അവിടെ അന്യമത ചിഹ്നങ്ങളോ അന്യമത സംവിധാനങ്ങളോ അവിടെ പാടില്ലാത്തതാണ്. അതിനാണ് സർക്കാർ ആദ്യമേ തന്നെ ശ്രമിക്കേണ്ടത്. അതുകൊണ്ട് അവിടെ എല്ലാ സൗകര്യങ്ങളും ഒരുക്കാൻ ഈ ദേവസ്വം ബോർഡ് ആരെയാണ് ആത്മാർത്ഥത കാട്ടിയാൽ ചെയ്യാവുന്നതേ ഉള്ളൂ. പോലീസിനെ ഉപയോഗിച്ചുകൊണ്ട് അയ്യപ്പന്മാരെ മർദ്ദിക്കുന്നു. ഞാൻ ചോദിക്കട്ടെ, സുരേഷ് ബാബു സാർ ചോദിച്ചല്ലോ, നിങ്ങൾ ആലോചിക്കുക, അപകടം പറ്റി കഴിഞ്ഞ വർഷം 52 അയ്യപ്പന്മാര് മരിച്ചല്ലോ. അത്യാവശ്യം ചികിത്സ കൊടുക്കാനായിട്ട് ഏതെങ്കിലും സ്ഥലത്ത് പമ്പയിലോ നിലയ്ക്കലോ ലാഹയിലോ ഒരു നല്ല ആശുപത്രി പണിയാൻ അമൃതാനന്ദമയി മഠം വകയായിട്ടുള്ള ഒരു ചെറിയ ആശുപത്രി ഉണ്ടായിരുന്നല്ലോ. നിങ്ങൾ എന്തിനാ അതിന് പിന്നീട് അനുമതി കൊടുക്കാതിരുന്നത്? നിങ്ങളുടേതായ എന്തെങ്കിലും സ്ഥാപനം അവിടെ സർക്കാരിന് കൊടുക്കാൻ സാധിച്ചോ? ഒരു പെൺകുഞ്ഞ്, ഒരു കുഞ്ഞു മാളികപ്പുറം മരിച്ചതിന്റെ പോസ്റ്റ്മോർട്ടം റിപ്പോർട്ടിൽ വന്ന് നിർജ്ജലീകരണമായിരുന്നു. 48 മണിക്കൂറിലധികം അതിന് കുടിവെള്ളം പോലും കൂടെ. എന്തിന്? പ്ലാസ്റ്റിക്കിന്റെ നിരോധനമാണ്. എല്ലാം നിരോധിക്കുക. മാളികപ്പുറത്ത് നിന്ന് ഭഗവാന്റെ എഴുന്നള്ളത്ത് ആനപ്പുറത്ത് വേണമെന്നിരിക്കെ അതിനെ നിങ്ങൾ തട്ടിക്കളയുന്നു. ആചാരങ്ങളുടെ ലംഘനങ്ങളുടെ പുറപ്പാടാണ് ദേവസ്വം ബോർഡും സർക്കാരും അവിടെ ചെയ്തു വെക്കുന്നത്. മറിച്ച് പുതിയ അനാചാരങ്ങൾ സൃഷ്ടിക്കുന്നു. നിരോധിക്കുകയല്ല ചെയ്തത്. പമ്പയിലേക്ക് ഉടുതുണി വലിച്ചെറിയുന്നത് അനാചാരമാണ്. പമ്പയെ മലീമസമാക്കുകയാണ് ചെയ്യുന്നത്. ആ പമ്പയെ മലീമസമാക്കുന്ന ആ ഉടുതുണി ലേലം ചെയ്തു കൊടുത്തിരിക്കുകയാണ് ഇപ്പോഴ്.
ആലോചിച്ച് നോക്കണം. അപ്പൊ അനാചാരങ്ങളെ പ്രോത്സാഹിപ്പിക്കുകയും ശബരിമലയെ തകർക്കുക എന്ന ലക്ഷ്യം തന്നെയാണ് ഇന്ന് ദേവസ്വം ബോർഡ് മുമ്പോട്ട് വെക്കുന്നതിന് എന്നതിന് യാതൊരു സംശയമില്ലാത്ത കാര്യമാണ്. അതുകൊണ്ട് ഈ അനാചാരങ്ങൾ ഇത് തന്നെ വാവരുടെ സ്ഥാനം ബഹുമാനപ്പെട്ട പ്രസിഡന്റ് പല സമയത്ത് വിശ്വ പ്രസിഡന്റ് അത് വ്യക്തമാക്കിയിട്ടുണ്ട്. ഞാനത് വിശദീകരിക്കുന്നില്ല. ശബരിമലയിലെ അനാചാരങ്ങളെല്ലാം മാറ്റി പൂർവാചാര പ്രകാരം നിലനിന്നിരുന്ന എല്ലാ ആചാരങ്ങളെയും സംരക്ഷിക്കാൻ ബാധ്യതപ്പെട്ട ദേവസ്വം ബോർഡ് അതിന് തയ്യാറാവണം. അതിന് തയ്യാറായേ മതിയാവുകയുള്ളൂ. ഇതാണ് വിശ്വ ഹിന്ദു പരിഷത്തിന് വ്യക്തമാക്കാനുള്ളത്. ഓക്കെ ടീച്ചറെ, ഞാനൊന്നും ചോദിക്കുന്നില്ല, നമുക്ക് കൺക്ലൂഡ് ചെയ്യാം. ഞാൻ വരാം. സുരേഷ് ബാബു, ഇവിടെ ഇപ്പൊ നമ്മള് ചർച്ചകൾ നടത്തി നമ്മുടെ ആശങ്കകളും ആകുലതകളും പങ്കുവെക്കുന്നതിനപ്പുറത്ത് ഇത് നടത്തേണ്ടവർക്ക് ഇത് നടത്തണം എന്നുള്ള ഒരു ധാർമ്മികമായ ഉത്തരവാദിത്തം അല്ലെങ്കിൽ ഒരു ബാധ്യത അവരിലുണ്ട് എന്ന് തോന്നാത്തിടത്തോളം കാലം നമ്മുടെ ചർച്ചകളൊക്കെ ചർച്ചകളായി തന്നെ പര്യവസാനിക്കുകയുള്ളൂ. ഇപ്പൊ നേരത്തെ പറഞ്ഞ പോലെ തന്നെ നമുക്ക് രൂക്ഷമായ നമ്മൾ പറയുന്നതിനപ്പുറം നമുക്കറിയാം രൂക്ഷമായ പ്രതികരണങ്ങൾ ആവശ്യമാണ് എന്നുള്ളത് നമുക്കറിയാം. പക്ഷേ നമുക്ക് പരിമിതികളുണ്ട്. കാരണം മണ്ഡലകാലം എന്ന് പറഞ്ഞാല് സാത്വിക ഭക്തിയോടുകൂടി അയ്യപ്പ ഭക്തർ അയ്യപ്പനെ കണ്ടു മടങ്ങാൻ ആഗ്രഹിക്കുന്ന സമയമാണ്. ആ സമയത്ത് ഹൈന്ദവ സംഘടനകൾക്ക് പരിമിതിയുണ്ട്. കാരണം ഒരു പരിധിയിൽ കവിഞ്ഞ ഒരു പ്രതിഷേധമോ അല്ലെങ്കിൽ ഒരു പ്രക്ഷോഭമോ നമുക്ക് ആ സമയത്ത് നടത്തി അയ്യപ്പന്മാരെ ബുദ്ധിമുട്ടിക്കാൻ സാധ്യമല്ല. നമുക്ക് എന്താണ് നടത്തേണ്ടത് നമുക്ക് വളരെ കൃത്യമായിട്ട് അറിയാം. അത് നടത്താനുള്ള സംഘടനാ സംവിധാനമുണ്ട്, ഇതൊക്കെ ഉണ്ട്. പക്ഷെ അതൊക്കെ ചെയ്യുമ്പോഴും നമുക്ക് ഒരു ഭാഗത്ത് ഭരണകൂടത്തെയോ ദേവസ്വം ബോർഡിനെ മാത്രം കണ്ടാൽ പോരാ. ഈ വ്രതമെടുത്ത് അയ്യപ്പനെ കാണുക എന്ന ഏക ഉദ്ദേശത്തോടു കൂടി വരുന്ന അയ്യപ്പ ഭക്തരോടാണ് നമുക്ക് പരമമായ പ്രതിബദ്ധതയുള്ളത്. അവിടെയാണ് നമുക്ക് പലപ്പോഴും നമ്മുടെ കൈകളും കാലുകളും ഒക്കെ കെട്ടിയിടപ്പെടുന്നത്. ഇതൊരു അവസരമായാണ് ഭരണകൂടം കാണുന്നത്. കാരണം ഇത് എന്തൊക്കെ പറഞ്ഞാലും ഇവർ ഒന്നുകിൽ നാമം ജപിക്കുകയോ അതും അല്ലെങ്കിൽ കേവലം പ്രതികരണങ്ങൾ ഒതുക്കുകയോ ചെയ്യുകയുള്ളൂ, അല്ലെങ്കിൽ കോടതിയിൽ പോവുകയോ അതിനപ്പുറത്തേക്ക് ചെയ്യില്ല എന്നൊരു വളരെ അത്തരത്തിലൊരു അമിതമായ ഇത് വെച്ചുകൊണ്ടാണ് ഭരണകൂടം ഈ അയ്യപ്പ ഭക്തന്മാരെ ബുദ്ധിമുട്ടിക്കുന്നത്. അപ്പൊ ഇത് അധികകാലം നമുക്ക് ആ രൂപത്തിൽ മുന്നോട്ട് കൊണ്ടുപോകാൻ സാധ്യമല്ല. ഇതിനൊരു ശാശ്വതമായ പരിഹാരം വേണം. ശാശ്വതമായ പരിഹാരം എന്ന് പറയുന്നത് അതുമായി വിശ്വാസമുള്ളവർ മാത്രം അത് കൈകാര്യം ചെയ്യുന്ന ഒരു തലത്തിലേക്ക് കൊണ്ടുപോകാൻ അവിടെയാണ് അയ്യപ്പ ഭക്തർ മുഴുവൻ ഉണർന്ന് പ്രവർത്തിക്കേണ്ടത്. മണ്ഡലകാലത്ത് മാത്രമല്ല, അതല്ലാത്ത തീരുമാനങ്ങൾ എടുക്കേണ്ടുന്ന സമയത്ത് നമുക്കിത് പലപ്പോഴും കെട്ടെടുത്ത് പോകുമ്പോഴുള്ള ബുദ്ധിമുട്ടുകൾ നമ്മൾ സാധാരണ പറയും, പ്രസവവേദനയുടെ ബുദ്ധിമുട്ട് കുട്ടിയുടെ മുഖം കാണുന്ന വരെയുള്ളൂ എന്നുള്ളത്. ഇതുപോലെ ഈ വക എല്ലാ ബുദ്ധിമുട്ടും കണ്ട് അവിടെ ചെന്ന് അയ്യപ്പനെ കാണുന്നതോടുകൂടി അയ്യപ്പ ഭക്തർ ഇതെല്ലാം മറക്കണ ഒരവസ്ഥയാണ്. നേരെ മറിച്ച് അത് എവിടെയാണ് തീരുമാനം എടുക്കേണ്ടവരെ നമ്മളാണ് തെരഞ്ഞെടുത്ത് അയക്കുന്നത്. അപ്പൊ അത്തരം സന്ദർഭങ്ങളിൽ നമുക്ക് ഏറ്റവും ശക്തമായ പ്രതികരണം അവിടെയാണ് വേണ്ടത് എന്ന് എനിക്ക് തോന്നുന്നു. ഇതിനെയൊക്കെ ഭംഗിയായി നടത്തിക്കൊണ്ട് പോകാൻ കഴിയാത്തവർ നമ്മുടെ മുന്നിലേക്ക് വന്നുകൊണ്ട് ഭക്തരായി അഭിനയിക്കുന്ന ഒരു സാഹചര്യം ഒരിക്കലും ഉണ്ടാകരുത്. അവിടെ തീരുമാനമെടുക്കാൻ അയ്യപ്പ ഭക്തർക്ക് സാധിക്കാത്തിടത്തോളം കാലം ഈ അയ്യപ്പന്മാരെ ചൂഷണം ചെയ്യുന്നത് തുടർക്കഥയായി തുടർന്നു പോകും. അതിനൊരു അവസാനം വേണമെങ്കിൽ അത് അയ്യപ്പ ഭക്തർ തന്നെ തീരുമാനിച്ചാലേ നടക്കൂ. ഓക്കെ, അടുത്ത സുരേഷ് ബാബു പെട്ടെന്ന്. ഒന്നുമില്ല, ഞാൻ ഈ വർഷത്തിലെ ചർച്ച അയ്യപ്പ ക്ഷേത്ര ശബരിമല ക്ഷേത്രവുമായി ബന്ധപ്പെട്ട് നേരത്തെ ഇത് ആദ്യമായിട്ട് നടത്തുകയാണ്. കഴിഞ്ഞ വർഷത്തെ ചർച്ചയിൽ ഞാൻ പറഞ്ഞിട്ടുണ്ട്. പക്ഷേ എൻ്റെ അടുത്ത് ആരും ഇത്തരമൊരു നിർദ്ദേശങ്ങളും പറഞ്ഞിട്ടില്ല. ചർച്ചയിൽ കേട്ട നിർദ്ദേശങ്ങൾ ഞാൻ ദേവസ്വം ബോർഡ് പ്രസിഡന്റിനെ അറിയിക്കുമെന്ന് ഞാൻ പറഞ്ഞിട്ടില്ല. ആർക്കെങ്കിലും ഇത്തരം കാര്യങ്ങളിൽ ദേവസ്വം ബോർഡ് പ്രസിഡന്റിനോട് എൻ്റെ ഭാഗത്തു കൂടെയുള്ള അഭിപ്രായം രേഖപ്പെടുത്തി അറിയിക്കണമെന്നുണ്ടെങ്കിൽ എന്നെ അറിയിച്ചാൽ ഞാനത് ഏറ്റെടുത്ത് അദ്ദേഹത്തിനോട് സംസാരിക്കാം എന്ന് ഞാൻ പറഞ്ഞിട്ടുണ്ട്. അത് അങ്ങനെ ഒരു സംഭവം ഇല്ലാത്തത് കൊണ്ട്, അങ്ങനെ ഒരു അനുഭവം അങ്ങനെ ആരും എന്നെ അറിയിക്കാത്തത് കൊണ്ട് എനിക്ക് അദ്ദേഹത്തോട് ചർച്ച ചെയ്യാനുള്ള അവസരം ഉണ്ടായിട്ടില്ല. ഓക്കെ, എന്തായാലും ശശികല ടീച്ചറും BR രാജശേഖരനും അതുപോലെ വിദ്യാസാഗർ ഗുരുമൂർത്തിയും പ്രകടിപ്പിച്ച ആശങ്കയും ഉത്കണ്ഠയും ഈ സംവാദത്തിൽ അതെങ്കിലും താങ്കൾ ബന്ധപ്പെട്ടവരെ അറിയിക്കണമെന്ന് അപേക്ഷിക്കുന്നു. ഈ തീർത്ഥാടന കാലം സുഗമമാക്കാൻ ദേവസ്വം ബോർഡും അതുപോലെ സർക്കാരും വളരെ ക്രിയാത്മകമായി പ്രവർത്തിക്കും എന്ന പ്രതീക്ഷയോടുകൂടി ജനം ഡിബേറ്റ് ഇവിടെ അവസാനിപ്പിക്കുന്നു. ചർച്ചയിൽ പങ്കെടുത്ത എല്ലാ അതിഥികൾക്കും നന്ദി, ഒപ്പം പ്രേക്ഷകർക്കും.